السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين وصلى الله وسلم على خير خلقه ورسله محمد وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هذه سبيلي أدعو إلى الله على بصيرة ومن اتبعني وسبحان الله وما أنا من المشركين. സ്നേഹാദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, കാലം തേടുന്ന ഇസ്ലാഹ് എന്ന ശീർഷകത്തിൽ കേരള മർക്കസുദാവ മലയാളികൾക്കിടയിൽ വളരെ വിപുലമായ വൈവിധ്യമാർന്ന ഒട്ടേറെ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. നവയാഥാസ്ഥികത നാൾവഴികൾ എന്നത് ചർച്ച ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം യാഥാസ്ഥികതയുടെ നാൾവഴികൾ ചർച്ച ചെയ്യുകയായിരിക്കും. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ജാഹിലിയത്ത് അറിയാത്തവർക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ സാധ്യമാവില്ല എന്ന്. അതുതന്നെയാണ് ഇന്ന് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന വിഭാഗങ്ങളിൽ വരെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശിർക്ക് കലർന്നിരിക്കുന്ന പല സംഗതികളും കയറി വന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും പുതിയ സാഹചര്യങ്ങളിൽ ഇസ്ലാമിനെ മനസ്സിലാക്കിയവർ അഥവാ ജാഹിലിയത്ത് അറിയാത്തവർ, അവരിലേക്കാണ് അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ കടന്നു വരിക എന്നുള്ളത് ചരിത്രവും കൂടിയാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. മഹാനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫത്ഹിന് വേണ്ടി മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ തൻ്റെ കൂടെയുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് വളരെ കൃത്യമായി, കണിശമായി, വ്യക്തമായി, വ്യാപകമായി അതിൻ്റെ എല്ലാ തലങ്ങളിലും ആഴത്തിൽ പഠനം നടത്തിയിട്ടുള്ള, അങ്ങനെ അതിൽ ദൃഢബോധ്യം വന്നിട്ടുള്ള, ഇസ്ലാമിൻ്റെ മറ്റെല്ലാ മര്യാദകളും മനസ്സിലാക്കിയിട്ടുള്ള കറകളഞ്ഞ മുസ്ലിങ്ങളാണ്. എന്നാൽ മക്ക ഫത്ഹിൻ്റെ ആ ഒരു സമയത്ത്, ആ ഒരു സന്ദർഭത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ഒരു 4000-ഓളം ആളുകളുണ്ട്. അവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കാനോ മനസ്സിലാക്കുവാനോ ആലോചിക്കുവാനോ ഉള്ള സമയം കിട്ടിയിട്ടില്ല. അതിനിടയിലാണ് പ്രവാചക തിരുമേനി അവിടെ നിന്ന് ഹുനൈനിലേക്ക് യാത്ര തിരിക്കുന്നത്. ഹുനൈനിലേക്ക് പോകുമ്പോൾ മദീനയിൽ നിന്ന് തൻ്റെ കൂടെ വന്നിട്ടുള്ള 8000-ഓളം കറകളഞ്ഞ മുസ്ലിങ്ങൾ കൂടെയുണ്ട്. മക്കയിൽ നിന്ന് ആ ഒരു സമയത്ത് ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്ന പുതിയ 4000-ഓളം ആളുകൾ അവരുണ്ട്. ഈ യാത്രാമധ്യേ ഈ പുതിയ ടീമിൻ്റെ പ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കൃത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അവസരം കിട്ടിയിട്ടില്ലാത്ത, ജസ്റ്റ് കടന്നു വന്നിട്ടേ ഉള്ളൂ, അങ്ങനെയുള്ള ആളുകൾ, അവരിൽ ചിലർ പ്രവാചക തിരുമേനിയോട് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ ഒരുപാട് ആവർത്തി കേട്ട ചരിത്രം. എന്താ അവർ ചോദിക്കുന്നത്? മക്കയിലെ മുശ്രിക്കുകൾക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ മുശ്രിക്കുകളായിരുന്ന കാലത്ത്, ഇന്നും മുശ്രിക്കുകൾക്ക് ഒരു യുദ്ധത്തിനൊക്കെ ഇറങ്ങുമ്പോൾ ആ യുദ്ധം വിജയിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി തങ്ങളുടെ വാള് ഒന്ന് കൊളുത്തിയെടുക്കാൻ പ്രത്യേകമായിരിക്കുന്ന മരങ്ങളുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ മുസ്ലിങ്ങളായ സ്ഥിതിക്ക് അവരുപയോഗിക്കുന്ന ആ മരങ്ങൾ സ്വീകരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക്
മുസ്ലിങ്ങളുടേതായ രൂപത്തിൽ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു മരം വേണം. എന്തിനാ? വാൾ കൊളുത്താൻ. അവർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഇജ് അലന ദാത്ത് അൻവാദ് കമാ ലഹും ദാത്തു അൻവാദ്. അവർക്ക് വാൾ കൊളുത്താൻ മരമുള്ളതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ വാളുകൾ കൊളുത്തിയെടുക്കാൻ ഒരു മരം വേണം. ഇത് കേട്ട വളരെ സിമ്പിൾ കാര്യമാണ്. എന്താ ചോദിച്ച മരമാണ്. എന്തിനാണ് ചോദിച്ചത്? വാൾ കൊളുത്താനാണ്. ഒരു വിഗ്രഹത്തെ ചോദിച്ചിട്ടില്ല, ഒരു ഇലാഹിനെ ചോദിച്ചിട്ടില്ല, മനുഷ്യന്മാർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും സംഗതികൾ ചോദിച്ചിട്ടില്ല, ആരാധനയ്ക്ക് വേണ്ടിയോ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയോ ചോദിച്ചിട്ടില്ല. എന്നിട്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നത്? ഒരു മരമല്ലേ ഞാൻ നിശ്ചയിച്ച് തരാം, നല്ലൊരു മരം നോക്കിയിട്ട്, കുറച്ചധികം കാലം നിലനിൽക്കുന്നൊരു മരമാകുമ്പോൾ കുറച്ച് ബാക്കിയുള്ളതൊക്കെ പറ്റുമല്ലോ എന്ന നിലക്ക് ഒരു മരം നിശ്ചയിച്ചു കൊടുക്കുകയാണോ ചെയ്തത്? അല്ല. വളരെ ഗൗരവത്തോടെ അതിലടങ്ങിയിരിക്കുന്ന അപകടാവസ്ഥ വളരെ കൃത്യമായി കണിശമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഉദാഹരണ സഹിതം പ്രവാചക തിരുമേനി പറഞ്ഞു: സുബ്ഹാനല്ലാഹ് ഹാദാ കമാ സുഇല മൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. അല്ലാഹു പരമപരിശുദ്ധനാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഗൗരവം നിങ്ങൾക്കറിയോ? എന്താ ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇതിൻ്റെ ദൂരവ്യാപകമായിരിക്കുന്ന പ്രത്യാഘാതം അറിയോ? എന്താ വിഷയം? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട് ചെങ്കടല കടന്ന് ഇക്കരെത്തി. കൂടെയുള്ള ആളുകൾ, വിശ്വാസികളൊക്കെ ഉണ്ട്. അങ്ങനെ അക്കരെ എത്തിയിരിക്കുന്ന ആളുകൾ ഒരു വേള അള്ളാഹുവിൻ്റെ കഴിവും പ്രാപ്തിയും ഒക്കെ വളരെ കൃത്യമായി നേർക്ക് നേരെ തന്നെ മനസ്സിലാക്കുവാനും അനുഭവിക്കുവാനും സാധിച്ചിരിക്കുന്ന ആളുകൾ. അവരാണ് എന്താവുന്നത്? ആ കടൽ കടന്ന് അക്കരെ എത്തിയപ്പോൾ അവിടെയുള്ള ജനങ്ങൾ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഭജനമിരിക്കുന്നു, ഇഴ്ത്തിക്കാഫിരിക്കുന്നു. അത് കണ്ടപ്പോൾ ഇവർ മൂസാ നബിയോട് ചോദിച്ച ചോദ്യമാണെന്ത്? ഇജ് അല്ലന ഇലാഹൻ കമാ ലഹും ആലിഹ. അവർക്ക് ഒരുപാട് ആരാധ്യന്മാരുണ്ട്, വിഗ്രഹങ്ങളുണ്ട്. അതുപോലെ ഒന്ന് ഞങ്ങൾക്കും നിശ്ചയിച്ചു തരണം. എന്തിനാ? ആരാധിക്കാനാണ്, പ്രാർത്ഥിക്കാനാണ്, ഇഴ്ത്തിക്കാഫിരിക്കാനാണ്. അതിന് സമാനമായിരിക്കുന്ന ചോദ്യമാണ് നിങ്ങളിപ്പോൾ ഇവിടെ ചോദിച്ചത് എന്ന് പ്രവാചക തിരുമേനി പറയണമെങ്കിൽ ഇത് രണ്ടും തമ്മിൽ സാമ്യപ്പെടുന്ന മേഖല ഏതാ, വിഷയമേതാ? മൂസാ നബിയുടെ ആ ജനങ്ങൾ ചോദിച്ചത് വിഗ്രഹത്തെ തന്നെയാണ്, നേർക്ക് നേരെ വിഗ്രഹത്തെ ചോദിച്ചത്. അത് ശിർക്കാന്നുള്ള കാര്യത്തിൽ അഭിപ്രായത്തിൽ ആർക്കും ഉണ്ടാവില്ല. എന്നാൽ മുഹമ്മദ് നബിയോട് ഈ പുതിയ മുസ്ലിംകൾ ചോദിച്ചതോ മരത്തെയാണ്. മൂസാ നബിയുടെ അവർ വിഗ്രഹത്തെ ചോദിച്ച് ആരാധിക്കാനാണ്, പ്രാർത്ഥിക്കാനാണ്, പൂജിക്കാനാണ്. എന്നാൽ മുഹമ്മദ് നബിയോട് ഈ മരത്തെ ചോദിച്ചത് ആരാധിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ പൂജിക്കുവാനോ അല്ല. എന്നിട്ടും എങ്ങനെയാ? അതും ഷിർക്കാണ്, അല്ലെങ്കിൽ ഇലാഹാക്കലാണ് എന്ന് പ്രവാചക തിരുമേനി പറയുന്നത്. ഈ രണ്ടിൻ്റെ വിഷയം എന്താ? വിഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ, പൂജിക്കുന്ന ആളുകൾ അതിൽ നിന്ന് എന്തെങ്കിലും ഗുണമോ ദോഷമോ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ ആ പ്രതീക്ഷ ഏത് വഴിയാണ്? ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത നിഗൂഢമായ അദൃശ്യമായ വഴിയിലൂടെയാണ് ആ ഒരു ഗുണമോ ദോഷമോ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഗുരുവായൂരപ്പനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ശബരിമലയ്യപ്പനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, യേശുക്രിസ്തുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, കന്യാമറിയത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, നേരത്തെ അവിടെ സൂചിപ്പിച്ച പോലെ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നവർ, അങ്ങനെ പലരുണ്ട്. ഈ പ്രാർത്ഥനകളൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവർ ആവശ്യപ്പെടുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഈ പറയപ്പെട്ടവർ നിവർത്തിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും ആ വിശ്വാസം എങ്ങനെയാണ്? ഗുരുവായൂരപ്പൻ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ശബരിമലയപ്പൻ പ്രത്യക്ഷപ്പെട്ട്, അതല്ലെങ്കിൽ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട്, മുഹീദ്ദീൻ ഷേഖ് പ്രത്യക്ഷപ്പെട്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തന്ന് തിരിച്ചു പോകും എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഹൈന്ദവ സഹോദരങ്ങൾ വിശ്വസിക്കുന്നില്ല, ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വസിക്കുന്നില്ല, മുസ്ലിം സമൂഹം വിശ്വസിക്കുന്നില്ല. എന്നാൽ ഈ മൂന്ന് വിഭാഗം വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? നമുക്കറിയാൻ കഴിയാത്ത, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഏതോ നിഗൂഢമായ അദൃശ്യമായ ഒരു മാർഗത്തിലൂടെ ഇവർ നമ്മളെ സഹായിക്കും, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരും. ആ വിശ്വാസമാണ് ഈ പറഞ്ഞ എല്ലാ സംഗതികൾക്കുമിടയിലുള്ള ഒരേ ഒരു സാമ്യത. ആ വിശ്വാസമാണ്. ആ വിശ്വാസം തന്നെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പരമാധികാരത്തിൽ പങ്കുചേർക്കുക എന്ന ഷിർക്കായി മാറുന്നത്. ആ ഷിർക്കിലേക്കാണ് ഇവർ ഞങ്ങൾ പോകട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്കതിന് അവസരം ഉണ്ടാക്കി തരണം എന്ന് ചോദിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ്
അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെ ആ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി ആലോചിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ മരത്തിൽ വാൾ കൊളുത്തിയെടുത്താൽ ആ വാളിന് പ്രത്യേകമായിരിക്കുന്ന കരുത്തോ കുരുത്തോ അല്ലെങ്കിൽ ബലമോ എന്തെങ്കിലുമൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ ആ വാൾ കൊണ്ട് യുദ്ധം ചെയ്താൽ യുദ്ധം വിജയിക്കും എന്നാണ് വിശ്വാസം. എന്നാൽ ആ കരുത്തും കുരുത്തുമൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന, എങ്ങനെ കിട്ടുന്ന അതറിയില്ല. തീർത്തും അദൃശ്യമായ മാർഗത്തിലൂടെ. ഇതിനാണ് പച്ച മലയാളത്തിൽ നമ്മൾ പറയുന്ന അറബി പദം ബർക്കത്ത്. ഈ മരത്തിൽ വാൾ കൊടുത്തിയെടുത്താൽ അതിനെന്തോ ഒരു പ്രത്യേക ബർക്കത്ത് കിട്ടും. ആ ബർക്കത്ത് കൊണ്ട് നമുക്ക് യുദ്ധത്തിൽ വിജയിക്കാം. ഇതിനെയാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കാണ്, ഇലാഹാക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുന്നത്. എൻ്റെ വിഷയം അതല്ല. ഈ ചോദ്യം ചോദിച്ചാൽ ആരാ? ഇസ്ലാമിനെ ശരിക്കും പഠിച്ച ആൾക്കാരാണോ? അല്ല. ജാഹിലിയത്ത് കൃത്യമായി മനസ്സിലാക്കുകയും അതിൽ നിന്ന് ഇസ്ലാമിലേക്ക് പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് കടന്നു വരികയും കടന്നു വന്ന ശേഷം അതിൻ്റെ എല്ലാ അടിസ്ഥാനങ്ങളും കൃത്യമായി കണിശമായി ബോധ്യം വരുത്തുകയും ചെയ്തിരിക്കുന്ന ആളുകൾ ഈ ചോദ്യം ചോദിച്ചിട്ടില്ല. പിന്നെ ആരാ ചോദിച്ചത്? പുതിയ ടീം, ഇന്നലെ വന്നവർ, മിനിഞ്ഞാന്ന് വന്നവർ. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവർക്ക് അവസരം കിട്ടിയിട്ടില്ല. ഇനി ആ അവസരം ഉണ്ടായി വന്നിട്ട് വേണം. ഇനി നമ്മൾ തിരിച്ചു നോക്കാം. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ലാബിലേക്ക് ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ടുവരുമ്പോൾ അത് ഏറ്റവും ആദ്യം ചാടിക്കടന്ന് ഏറ്റുപിടിക്കുന്ന ആരാ? അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരാ? അതിൻ്റെ പ്രചാരകരാരാ? അതിനു വേണ്ടി വാദിക്കുന്നവരാരാ? മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് അതിനു മുമ്പുള്ള ജാഹിലിയത്തൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് പഠിച്ചു കടന്നു വന്നിരിക്കുന്ന പാരമ്പര്യമുള്ള ആ നിലക്ക് കാര്യങ്ങൾ അറിയുന്ന ആളുകളാണോ? ഒരിക്കലുമല്ല. പുതിയ തലമുറ, പുതിയ ടീം. ഈ വന്നവർക്ക് പലർക്കും 2002 മുമ്പുള്ള ഇസ്ലാഹി ചരിത്രം പോലും കൃത്യമായിട്ട് അറിയില്ല. എന്നാൽ ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ കടന്നു വരുന്ന 920കളുടെ കഥയോ ഒന്നും അറിയില്ല. അതൊന്നും അറിയാത്തവർ ഇപ്പോൾ കാണുന്ന ഈ പളപളപ്പിലേക്ക് കടന്നു വന്നപ്പോൾ അവർ വിചാരിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാമ്പത്തികമായ സഹായങ്ങളും സൗകര്യങ്ങളുമുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നവർക്ക് എന്താണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് വച്ചിരിക്കുന്ന ആദർശമെന്നോ, ഇതിൻ്റെ വിശ്വാസ അടിത്തറ എന്താണ് എന്നോ, പ്രമാണങ്ങളുടെ സമീപനം എന്താണ് എന്നോ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കാത്തതുകൊണ്ട് അവരിലേക്ക് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ കയറി വരികയും അവർ അതിൻ്റെ വക്താക്കളായി, പ്രയോക്താക്കളായി, പ്രചാരകരായി, അതിനുവേണ്ടി വാദിക്കുന്നവരായി അധപ്പതിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇന്നത്തെ വിഷയം. ഞാൻ സൂചിപ്പിച്ചത് ഇസ്ലാമിക സമൂഹത്തിൽ ഇങ്ങനെയുള്ള അപജയങ്ങൾ, വ്യതിചലനങ്ങൾ, വ്യതിയാനങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മൂസാ നബിയുടെ കാലത്തുണ്ടായിരിക്കുന്ന അപജയത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞത്. വേറെയും ഉദാഹരണങ്ങളുണ്ടല്ലോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയതാണ്. ഒരു 40 ദിവസം. ആ 40 ദിവസം അവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ തൻ്റെ കൂടെയുള്ള സഹോദരനായിരിക്കുന്ന പ്രവാചകൻ ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ ഇവർക്ക് വേണ്ടി നിയമിച്ച് നിർദ്ദേശം കൊടുത്താൽ പോയത്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ട് ആയിരിക്കണം ചെയ്യേണ്ടത്, ഇദ്ദേഹം പറയുന്ന പോലെ ആയിരിക്കണം നിർവഹിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ പോയത്. വെറും 40 ദിവസം. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സാധാരണ ഒരു ഹജ്ജിനൊക്കെ പോയി വരുന്ന സമയം അത്രേ ഉള്ളൂ. പക്ഷേ ആ ഒരു സമയം കൊണ്ട്, ആ 40 ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ ഒരു ചങ്ങാതി കുറേ ആഭരണങ്ങളൊക്കെ ഒരുക്കിയെടുത്ത് ഒരു പശുക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കി, ഒരു പ്രതിമ ഉണ്ടാക്കി, അതിന് ശബ്ദമുണ്ടാക്കാനുള്ള എന്തൊരു സംഗതിയൊക്കെ വെച്ചു കൊടുത്ത് അതുമായിട്ട് സംഭവത്തിലേക്ക് വന്നു. എന്നിട്ട് പറയുന്നെന്താ? മൂസ തേടിപ്പോയിരിക്കുന്ന ഇലാഹാണിത്, മൂസ വഴിമാറിപ്പോയതാ. അതുകൊണ്ട് നമുക്കിതിനാരാധിക്കാം എന്ന് പറയുമ്പോൾ എന്തായാലും മൂസാ നബി അലൈഹി സ്വലാം ഏതാനും ദിവസങ്ങൾക്ക് തിരിച്ചു വരുമല്ലോ. വന്നിട്ട് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചിട്ട് ഇതങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് നമുക്കാവാലോ. അതല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഹാറൂൻ അലൈഹി ഇസ്ലാമിനോടെങ്കിലും ഒന്ന് ചോദിക്കാമല്ലോ, എന്നിട്ട് ഉറപ്പുവരുത്തിയിട്ടാണെങ്കിൽ നോക്കാമല്ലോ എന്ന് ചിന്തിക്കാൻ പോലും ആ സമുദായം നിന്നില്ല, കാത്തു നിന്നില്ല. അവർ നേരം ചെയ്തു, ആ വിഗ്രഹത്തെ, ആ പശുക്കുട്ടിയുടെ രൂപത്തെ അവർ ആരാധിച്ചു തുടങ്ങുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വരുന്നത്.
ബാക്കി കഥ ഞാൻ പറയേണ്ടതില്ല, നമുക്കറിയുന്ന കാര്യങ്ങളാണ്. അവസാനം അവരുടെ മനസ്സിൽ നിന്ന് ആ പശുക്കുട്ടിയോടുള്ള ആരാധനാ മനോഭാവം, ആ കയറിക്കൂടിയിരിക്കുന്ന ശിർക്ക്, അതിനെ പറിച്ചു മാറ്റാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വളരെയധികം പണിപ്പെടേണ്ടി വന്നു. ഒരു പശുക്കുട്ടി അറക്കാൻ പറയുമ്പോൾ ഉണ്ടായിരിക്കുന്ന പുകിൽ നമുക്കറിയാലോ. അവിടെ പറഞ്ഞ വിഷയം എന്തായിരുന്നു? ജസ്റ്റ് ഒരു പശുക്കുട്ടിനെ അറുത്തിട്ട് അത് വിൽക്കുകയോ അല്ലെങ്കിൽ നാട്ടിലാക്കി വിതരണം ചെയ്യുകയോ അതൊന്നുള്ള വിഷയം. പിന്നെന്താ? നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ആരാധനാ മനോഭാവം, ആ വിശ്വാസം, അതിനെ അറുത്തു മാറ്റണം. എന്നാലേ നിങ്ങൾ ശരിയാവുള്ളൂ. ഇതായിരുന്നു വിഷയം. അപ്പോൾ അങ്ങനെ ആ ഒരു സമൂഹം, മൂസാ നബി ജീവിച്ചിരിക്കെ, ഹാറൂൻ നബി ജീവിച്ചിരിക്കെ, അവരുടെ കൺമുമ്പിൽ അവർ നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി പച്ചയായിരിക്കുന്ന ശിർക്ക് കൊണ്ടുവരികയും അതിൻ്റെ വക്താക്കളായി മാറുകയും ചെയ്തുവെങ്കിൽ, മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് വിട പറയുന്ന മുമ്പ് പുതിയ മുസ്ലിങ്ങളാണെങ്കിൽ പോലും കുറച്ചാളുകൾ അങ്ങനെയുള്ള വിശ്വാസങ്ങളിലേക്ക് വഴുതിപ്പോകാൻ ശ്രമിച്ചുവെങ്കിൽ, ആ പ്രവാചകരുടെ കാലശേഷം 1400 വർഷങ്ങൾക്കിപ്പുറത്ത് മുസ്ലിം സമൂഹത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഒരു തകരാറും ഒരു കുഴപ്പവും ഒരു പാളിച്ചയും ഒരു വ്യതിയാനവും ഒരു വ്യതിചലനവും സംഭവിച്ചിരിക്കില്ല എന്നാണോ വിശ്വസിക്കേണ്ടത്? അതോ നൂറുകണക്കിന് ആയിരക്കണക്കിന് വിഷയങ്ങളിൽ അങ്ങനെ വ്യതിചലനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണോ വിശ്വസിക്കേണ്ടത്? അത്ര വിഷയമുള്ളൂ. മുസ്ലിം സമൂഹത്തിനെ പറ്റിയ സംഗതി എന്താ? ഇസ്ലാം കാര്യങ്ങൾ 5 നമ്മൾ എണ്ണിയുണ്ട് അല്ലേ? ആ 5 നമസ്കാരത്തിൽ നമ്മൾ അത്ര പെർഫെക്റ്റ് അല്ല എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. മുസ്ലിം സമൂഹത്തിലെ ഭൂരിപക്ഷം പ്രത്യേകിച്ചു അത്ര പെർഫെക്റ്റ് അല്ല, പല തകരാറുകളുണ്ട്, അല്ലെങ്കിൽ വേണ്ടത്ര നിർവഹിക്കുന്നില്ല, അങ്ങനെ പല പാളിച്ചകളുണ്ട്. സക്കാത്തിൻ്റെ കാര്യത്തിലോ അതിലും പാളിച്ചകളുണ്ട്, അത് അംഗീകരിക്കും. നോമ്പ്, അതും വേണ്ടത്ര ധാരണയില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഹജ്ജിലാണെങ്കിൽ കുഴപ്പങ്ങളേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇസ്ലാം കാര്യങ്ങൾ 5 പഠിച്ചിട്ട് അത് ആദ്യത്തെ മാറ്റിവെച്ച് പിന്നെയുള്ള 4 കാര്യങ്ങളിലും മുസ്ലിം സമൂഹത്തിന് വീഴ്ചകളുണ്ട്, അതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുകയും അങ്ങനെ തന്നെ അത് മാറ്റിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാർ പോലും പറയുന്നു എന്ത്? അതിന് ഒന്നാമത്തെ ഷഹാദത്ത് കലിമ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അത് ഒരിക്കൽ അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തകരാറും സംഭവിക്കൂല, അതിനൊരു കുഴപ്പം വരില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു പാളിച്ച ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ വിശ്വാസം വളരെ ക്ലിയറാണ്. ആ ഒരു ബോധത്തോടെ അല്ലെങ്കിൽ ആ ഒരു വാദത്തോടെയാണ് ഈ മുസ്ലിം സമൂഹത്തിലേക്ക് ഒരുപാട് അന്ധവിശ്വാസങ്ങളെ, ശിർക്ക്പരമായിരിക്കുന്ന വിശ്വാസങ്ങളെ, ആദർശങ്ങളെ ഇസ്ലാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കാൻ അങ്ങനെയുള്ള ആളുകൾ ശ്രമിച്ചത്. ഇവിടെ നേരത്തെ ഒറ്റത്താണിയൊക്കെ സൂചിപ്പിച്ച പോലെ മരിച്ചുപോയിരിക്കുന്ന ചില മഹാന്മാരൊക്കെ നമ്മുടെ പടച്ചോന്മാരാണ് എന്ന് പറയുന്നിടത്തേക്ക് വരെ എത്തിയല്ലോ സമൂഹം. അങ്ങനെയുള്ള ആ ഇരുട്ടിലൂടെ അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ പ്രശ്നങ്ങളുണ്ട്. അവിടങ്ങളിലൊക്കെ അവരെ ശരിയായ വെളിച്ചം കാണിച്ചു കൊടുക്കുവാനും പ്രമാണബദ്ധമായി യുക്തിഭദ്രമായി ഇസ്ലാമിൻ്റെ രാജപാതയിലേക്ക് നയിക്കുവാനും ഓരോ കാലഘട്ടങ്ങളിലും മുജദ്ദിദുകൾ വന്നിട്ടുണ്ട്, പരിഷ്കർത്താക്കൾ വന്നിട്ടുണ്ട്, നവോത്ഥാന നായകന്മാർ വന്നിട്ടുണ്ട്. എല്ലാ നാട്ടിലും എല്ലാ ലോകത്തും എല്ലാ കാലത്തും അതിൻ്റെ അലയൊലികൾ എന്ന പോലെ തന്നെ കേരളക്കരയിലും ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളോട് പൊരുതാൻ തന്നെ അതിനോട് പൊരുതിക്കൊണ്ട് ഇവിടെയും നവോത്ഥാന നായകന്മാർ വന്നിട്ടുണ്ട്. എന്താ വരാൻ കാരണം? എന്തായിരുന്നു കേരളീയ മുസ്ലിങ്ങളുടെ 1920കളുടെ അതിന് തൊട്ടുമുള്ള അവസ്ഥ? എന്താ ആദർശമെന്ന് പറയാൻ? അന്ധവിശ്വാസങ്ങളല്ലാതെ ഒന്നും കയ്യിലില്ലാത്തവർ, മനസ്സിലായല്ലോ. വെള്ളം ചേർത്തിരിക്കുന്ന, അതുപോലെ ശിർക്ക് കലർന്നിരിക്കുന്ന വിശ്വാസമല്ലാത്തതൊന്നും കൊണ്ടുപോകാനില്ലാത്തവർ, ആചാരങ്ങൾ എന്ന് പറയുന്നത് മുഴുവനും പ്രമാണവിരുദ്ധമായതോ പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തോ ആയിരിക്കുന്ന അനാചാരങ്ങൾ മാത്രം. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൂടെ നാട്ടാചാരങ്ങളും അത്യാചാരങ്ങളും ഒക്കെയായി ആകെ നശിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. എന്താ അവർ നശിക്കാൻ കാരണം? എന്താ തകർന്നു പോകാൻ കാരണം? അടിസ്ഥാനപരമായി ഒന്നാം പ്രമാണമായിരിക്കുന്ന അല്ലെങ്കിൽ അടിസ്ഥാന പ്രമാണമായിരിക്കുന്ന വിശുദ്ധ ഖുർആനുമായി അവർക്കുള്ള ബന്ധം തന്നെ എന്താ? പരമാവധി പോയാൽ അതിങ്ങനെ പാരായണം ചെയ്യുക, അതിൻ്റെ അപ്പുറത്ത് യാതൊരു ബന്ധമില്ല. അങ്ങനെ മതി എന്ന് പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കുവാനും ഗ്രന്ഥമെഴുതിയിരിക്കുന്ന പണ്ഡിതന്മാർ കഴിഞ്ഞുപോയി. മരിച്ചു പോയിരിക്കുന്ന ഒരു വലിയ പണ്ഡിതൻ എഴുതി വെച്ച പുസ്തകത്തിൻ്റെ പേരെന്താ അറിയോ? തഹദീറുൽ ഇഖ്വാൻ മിൻ തർജുമത്തിൽ ഖുർആൻ. വിശുദ്ധ ഖുർആനെ ഭാഷാന്തരം ചെയ്യുന്നത് അഥവാ വിവർത്തനം ചെയ്യുന്നതിൽ നിന്ന് വിശ്വാസികളെ അല്ലെങ്കിൽ സഹോദരങ്ങളെ പിന്തിരിപ്പിക്കാൻ, അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ വേണ്ടി എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ഏത്?
വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുന്ന ഗൗരവതരമായിരിക്കുന്ന കാര്യമാണ്. അതിൽ അദ്ദേഹം എഴുതിയ എന്താ അറിയോ? വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥം, ആശയം മനസ്സിലാക്കൽ മുസ്ലിം സമൂഹത്തിന് യാതൊരു ബാധ്യതയില്ല. ഓതൽ നിർബന്ധമുള്ളത്, അതായത് ഓതാൻ പഠിക്കൽ നിർബന്ധമുള്ളത് തന്നെ സൂറത്തുൽ ഫാത്തിഹ മാത്രമാണ്. ഏത്? അർത്ഥമറിയാതെ വെറുതെ അങ്ങനെ ഓതിപ്പോകാൻ അതുപോലും സൂറത്തുൽ ഫാത്തിഹ മാത്രമേ പഠിക്കേണ്ടതുള്ളൂ, അത്ര നിർബന്ധമുള്ളൂ. ആ സൂറത്തുൽ ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേക സുന്നത്ത് പോലുമില്ല. എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധ ഖുർആനിൽ നിന്ന് എത്ര കാതം അകലെയാണ് മുസ്ലിം സമൂഹം ആ കാലത്തുണ്ടായിരുന്നത് എന്ന് ഈ ഒരൊറ്റ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അത്രയും അകലത്തിലാണ്. പ്രവാചകരോടുള്ള ബന്ധം എന്താ? പ്രവാചകരോടുള്ള ബന്ധം പ്രവാചക തിരുമേനി ജീവിച്ച് കാണിച്ചിരിക്കുന്ന മാതൃകയോ മാർഗദർശനമോ സ്വീകരിക്കുക എന്നുള്ളതല്ല. പിന്നെ പ്രവാചകരുടെ മരണനിരത്തിൽ, പ്രവാചകരുടെ മരണദിനത്തിൽ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളതാണ് പ്രവാചകരുമായുള്ള ബന്ധം. അത് ഞാൻ ബോധപൂർവ്വം പറഞ്ഞാണ്. എന്താ കാരണം? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് മരണപ്പെട്ടത് എന്ന് കൃത്യമായി തെളിവുണ്ട്, രേഖയുണ്ട്. അത് ഒരു റബീഉൽ അവ്വൽ മാസം 12 തിങ്കളാഴ്ച തന്നെയാണ്. അതിലാർക്കും അഭിപ്രായത്തില്ല. പക്ഷേ എന്നാ ജനിച്ചതെന്ന് ഉറപ്പില്ല. റബീഉൽ അവ്വൽ 9 അഭിപ്രായമുണ്ട്, 12 അഭിപ്രായമുണ്ട്, 18 അഭിപ്രായമുണ്ട്, റബീഉൽ അവ്വൽ മാസം തന്നെ അല്ലാന്ന് അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നാൽ നല്ല ഉറപ്പുള്ള സംഖ്യ എന്താ? റബീഉൽ അവ്വൽ 12 റസൂൽ മരിച്ചതെന്നല്ല. ആ മരണപ്പെട്ട ദിവസം സ്വഹാബികൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ കലങ്ങിയിരിക്കുന്ന കണ്ണ് മാത്രമല്ല, മനസ്സ്, പ്രവാചകരുടെ വിയോഗം ഉൾക്കൊള്ളാൻ കഴിയാത്ത വിശ്വാസികൾ, അതാണ്. അങ്ങനെയുള്ള ആളുകൾ അതിനടുത്ത കൊല്ലം അതിനെ ഓർക്കാനോ ആചരിക്കാനോ വല്ല പ്രോഗ്രാം വെച്ചിട്ടുണ്ടോ? ഇല്ല. റബീഉൽ അവ്വൽ 12 എന്നുള്ളത് ഏതു സമയത്തും അവരുടെ മനസ്സിൽ ഒരു ഇരുളടഞ്ഞ, അല്ലെ, ദുഃഖത്തിൻ്റെ, സങ്കടത്തിൻ്റെ, പ്രയാസത്തിൻ്റെ കാലമാണ്. ആ സമയത്താണ് നമ്മുടെ സഹോദരന്മാർ ഇവിടെ എന്ത് ചെയ്യുന്നത്? നന്നായിട്ട് അക്കാലത്ത് ഈ ശർക്കര ചേർത്തിരിക്കുന്ന ചോറും ഗോതമ്പിൻ്റെ പായസവും ഇതൊക്കെ ഉണ്ടാക്കി വിളമ്പി ആളുകളെ സൽക്കരിച്ച് അങ്ങനെ മുദ്രാവാക്യം വിളിച്ച് പാട്ടുപാടി ഭയങ്കര ആഘോഷമാണ്. ചണ്ടമുട്ടും കോയലുവിളിയും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് പ്രവാചക തിരുമേനിയുമായുള്ള ബന്ധം അതാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനും അനുബന്ധമായി പ്രവാചകചര്യയും. ആ രണ്ടുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് തന്നെ, അനിവാര്യമായ ബന്ധങ്ങൾ പോലും ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്വാഭാവികമായി പിന്നെ അവരുടെ പ്രമാണങ്ങൾ എന്താ? കാലയും കീലയുമാണ്. ആരോ പറഞ്ഞു, എവിടുന്നോ കേട്ടു. ആരോ പറഞ്ഞു, എവിടുന്നോ കേട്ടു. ആ മഹാൻ പറഞ്ഞു, ഈ മഹാൻ പറഞ്ഞു. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ മഹാനായിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ എന്തു പറഞ്ഞു എന്ന് അന്വേഷിക്കുവാനോ മനസ്സിലാക്കുവാനോ ഉൾക്കൊള്ളുവാനോ ശ്രമിക്കാതെ അങ്ങനെ പലരുടെയും പിന്നാലെ ഓടുകയായിരുന്നു. ആ ഓട്ടമാണ് പലതിലേക്കും അവർ വ്യതിചലിപ്പിച്ചത്. മദ്ഹബുകളിലേക്ക്, മൗലിദുകളിലേക്ക്, അങ്ങനെയുള്ള അനാചാരങ്ങളുടെ ഒരു വലിയ വൃത്തത്തിലേക്ക് അവർ നയിച്ചത് അങ്ങനെയാണ്. മാത്രമല്ല, ഇനി ആ കാലത്ത് ആരെങ്കിലുമൊക്കെ വിശുദ്ധ ഖുർആനിൽ നിന്നോ പ്രവാചക അധ്യാപനങ്ങളിൽ നിന്നോ കൃത്യമായൊരു പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് ഒരു വിഷയം സംസാരിച്ചാൽ ഈ ആളുകൾ പറയും, എന്താ പറയുക, നിങ്ങളാ പറഞ്ഞിരിക്കുന്ന കാര്യം ഇന്ന പണ്ഡിതൻ്റെ അഭിപ്രായവുമായി യോജിക്കുന്നുണ്ടോ? മദ്ഹബിൻ്റെ ഇമാമുമാരായിരിക്കുന്ന ഇപ്പോൾ ഇമാം ഷാഫി പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? അങ്ങനെ അങ്ങോട്ട് താഴോട്ടും മേലോട്ടുമായി കുറേ പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞ് അവരിൽ ആരെങ്കിലും പറഞ്ഞിരിക്കുന്ന, അഭിപ്രായപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളോട് നിങ്ങളീ ഓതി വച്ചിരിക്കുന്ന ഖുർആനും നിങ്ങളീ ചൊല്ലി വച്ചിരിക്കുന്ന പ്രവാചക അധ്യാപനങ്ങളും യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞാൽ നേരെ തലകുത്തനെ അവിടെയാണ്. അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസങ്ങളുടെ കൂത്തരങ്ങായി മുസ്ലിം സമൂഹം മാറി. അവിടേക്ക് ആർക്കും കയറി വരാം. ഖബർ പൂജകർക്ക് കയറി വരാം. ഖബറുകൾ ഇങ്ങനെ പൊക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട നേർച്ചകളും വഴിപാടുകളും ആരാധനകളും പൂജകളും. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്ന മുമ്പ് നടത്തിയിരിക്കുന്ന ഒരു ശാപപ്രാർത്ഥനയാണെന്ത്? ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇ മസാജിദ. യഹൂദികളെയും നസ്വാറാക്കളെയും അള്ളാഹു ശപിക്കട്ടെ. എന്താ കാരണം? അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. അങ്ങനെ ശപിക്കപ്പെട്ടിരിക്കുന്ന ആ സമൂഹം എന്ത് ചെയ്തു?
ആ കാര്യങ്ങൾ ഷിയാക്കൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഷിയാക്കളിലൂടെ മുസ്ലിം സമൂഹത്തിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് ഈ പറയുന്ന ആളുകളുടെ ഷിആറുകളായി, ചിഹ്നങ്ങളായി അവരുടെ പല നല്ല കാര്യങ്ങളെന്ന് അവർ വിചാരിക്കുന്ന പലതും തുടങ്ങാനുള്ള കേന്ദ്രമായി മാറിയിരിക്കുന്നത് അങ്ങനെയുള്ള ഖബറുകളാണ്. അപ്പോൾ ഖബറിനകത്ത് കിടക്കുന്ന ആളുകളെ ഭയപ്പെടുകയോ അവരിൽ പ്രതീക്ഷ അർപ്പിക്കുകയോ ചെയ്തുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുന്ന, പൂജിക്കുന്ന, തേടുന്ന, സഹായം തേടുന്ന അവസ്ഥയിലേക്ക് ആ സമൂഹം, അതൊരു ഭാഗത്ത്. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ പല സൃഷ്ടികളെക്കുറിച്ചും അള്ളാഹു പറയാത്ത, പഠിപ്പിക്കാത്ത കാര്യങ്ങൾ സ്വയം മെനഞ്ഞെടുത്ത് അവർക്കില്ലാത്ത കാര്യങ്ങൾ അവർക്ക് ചാർത്തിക്കൊടുത്ത് അതുവഴിയുള്ള ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന കുറേ അന്ധവിശ്വാസങ്ങൾ. അതിലെന്താ? മലക്ക്, ജിന്ന് പോലെയുള്ള വിഷയങ്ങളുണ്ട്. ഗൈബ് എന്ന് പറയുന്നത്, സാധാരണ ഗൈബ് എന്ന് പറഞ്ഞാൽ ഈ മറക്കപ്പുറത്തുള്ളൊക്കെ ഗൈബാണ്. ഇതിൻ്റെ താഴെ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പം നമുക്കറിയില്ല, നമുക്ക് ഗൈബാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? താഴെ വരെ പോയാൽ നമുക്കത് കാണാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് താൽക്കാലികമായ സംഗതിയാണ്. എന്നാൽ അൽ ഗൈബ് എന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്ന സംഗതിയുണ്ട്. അൽ ഗൈബ് വിശുദ്ധ ഖുർആന്റെ തുടക്കത്തിൽ സൂറത്തുൽ ബഖറയുടെ ആദ്യത്തിൽ തന്നെ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യം അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അൽ ഗൈബ് എന്ന് പറഞ്ഞാൽ എന്താ? സാക്ഷാൽ അദൃശ്യമാണത്. അത് എന്നും അദൃശ്യമായിരിക്കും, എന്നും അദൃശ്യമായിരിക്കും. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കെ ഒരു സാധാരണക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യനും ഒരിക്കൽ പോലും കാണുവാനോ അറിയുവാനോ മനസ്സിലാക്കുവാനോ കഴിയാത്ത, നേർക്കുനേരെ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അറിയുന്ന, അതിൽപ്പെട്ടാണെന്ത്? ഈ മലക്ക്, ജിന്നൊക്കെ. അള്ളാഹു പിന്നെ അത് അൽ ഗൈബിൽപ്പെട്ടതാണ്, വേറെ വിഷയമാണ്. പക്ഷെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും കുറേ അടയാളങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ച് വന്നിട്ടുണ്ട്. അതിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കാം. എന്നാൽ മലക്കുകളെക്കുറിച്ചും ജിന്നുകളെക്കുറിച്ചുമൊക്കെ അള്ളാഹു എന്ത് പറഞ്ഞെന്നു അവിടെ നിൽക്കാനേ കഴിയുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. അവിടെ നിൽക്കാനേ കഴിയുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. എന്താ കാരണം? നിങ്ങൾ ആലോചിച്ച് നോക്കുക. 1400 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നമ്മൾ നോക്കുമ്പോൾ അന്ന് ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞ അല്ലെങ്കിൽ പ്രവാചക തിരുമേനി പഠിപ്പിച്ചിരിക്കുന്ന ആ അറിവിനപ്പുറം എന്തറിവാണ് മലക്കുകളെക്കുറിച്ച്, ജിന്നുകളെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റിയത്? പക്ഷേ ആ കാലത്ത് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ലാത്ത ഒരുപാട് ജീവികളുണ്ട് ഇവിടെ, അല്ലേ? ബാക്ടീരിയ ഉണ്ട്, സൂക്ഷ്മജീവികളുണ്ട്, അങ്ങനെയുള്ള പല ജീവികളെക്കുറിച്ചും അറിയാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമുക്ക് സാധിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവേഷണങ്ങളിലൊന്നും ഒതുങ്ങാത്ത മുതലാണെന്ത്? ഈ പറയുന്ന ഐറ്റംസൊക്കെ. അവയുടെ പ്രതീകം എന്ന നിലക്ക് ഖുർആൻ തന്നെ പറഞ്ഞു, ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. ജിന്നുവർഗം അവരും അവരുടെ ടീമൊക്കെ നിങ്ങളെ കാണും, നിങ്ങളെക്കുറിച്ച് അറിയും, നിങ്ങളെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങളുടെ ചലനങ്ങളൊക്കെ വീക്ഷിക്കാൻ കഴിയും. പക്ഷേ നിങ്ങൾക്ക് അവരെ കാണാനോ അറിയാനോ മനസ്സിലാക്കാനോ കഴിയില്ല എന്നല്ല പറഞ്ഞ. എന്നിട്ടും നമ്മുടെ നാട്ടിൽ ജിന്നുകളെ കണ്ടവരുണ്ടായി, അല്ലേ? ജിന്നുകളെ കണ്ടവർ, ജിന്നുകളുമായി സംസാരിക്കുന്നവർ, ജിന്നുകളെ സേവിക്കുന്നവർ, ജിന്നുകളെ വിവാഹം കഴിക്കുന്നവർ, അങ്ങനെ എല്ലാ ടൈപ്പും. ഇതേത്? ഞാൻ പുതിയതല്ല പറയുന്നത്, പഴയ കാലത്തെ കാര്യം പറഞ്ഞത്. ജിന്നുമ്മമാർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. മരിച്ചുപോയ KC അബൂബക്കർ മൗലവി തമാശക്ക് പറയാറുണ്ട്. ഒരാൾ വന്ന് പറഞ്ഞു, ഞാൻ ഷെയ്ത്താനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ചോദിച്ചു. എന്താ ഷെയ്ത്താൻ്റെ രൂപം, എന്താ എൻ്റെ ഒരു കോലം? അപ്പോൾ അയാൾ പറഞ്ഞു, ഷെയ്ത്താൻ്റെ ഈ മുഖം അത് പിന്നോട്ടാണ്, മുഖം പിന്നോട്ടാണ്. ശരി. അപ്പം നെഞ്ചും വയറൊക്കെ അതും പിന്നോട്ടാണ്, കാലുകളോ അത് പിന്നോട്ടാണ്, കൈകൾ അതും പിന്നോട്ടാണ്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എന്താ ചങ്ങാതി നീ അപ്പുറത്തേക്ക് തിരിഞ്ഞെന്നാ ഷെയ്ത്താനായി ചോദിച്ചു. ഇതാണ് വിഷയം ഞാൻ സൂചിപ്പിച്ചത്. ഈ പറയുന്ന ഒന്നിനെയും മനുഷ്യനെ കാണാനോ അറിയാനോ മനസ്സിലാക്കാനോ ഒരു വകുപ്പില്ല വഹയില്ലാതെ. പ്രവാചക തിരുമേനിയുടെ മുമ്പിൽ വരെ ഈ ജിന്നുവർഗം വന്ന് ഖുർആൻ കേട്ടുപോയിട്ട് അല്ല പിന്നെ വഹി കൊടുത്തപ്പോൾ മനസ്സിലാക്കാൻ നമുക്കറിയാലോ, അല്ലേ? സൂറത്ത് ജിന്നിലെ 1-ാമത്തെ ആയത്ത്, ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമാ നഫറും മിനൽ ജിന്നി. ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അല്ല പറഞ്ഞു, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കി. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? നമ്മളിവിടെ ഖുർആൻ പഠിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് കുറച്ച് ജിന്നുകൾ ഖുർആനൊക്കെ കേട്ടുപോയി അവരുടെ കൂട്ടുകാരോട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഉഷാറാക്കി പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ വഹയിൽ മുഖേന കിട്ടിയിട്ടുണ്ടെന്ന് പേരും പറഞ്ഞിരിക്കുന്നത്. എന്താ അതിനർത്ഥം? മുഹമ്മദ് നബി എന്ന പ്രവാചകന് പോലും വഹയിലൂടെ അല്ലാതെ ഈ ജിന്നുവർഗത്തിൻ്റെ സാന്നിധ്യം അറിയാൻ വകുപ്പില്ല. മാത്രമല്ല മലക്കുകളാണെങ്കിലും ജിന്നുകളാണെങ്കിലും അവർക്ക് അവരുടേതായിരിക്കുന്ന കഴിവുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ കഴിവുകൾക്കും ഏതാളുകൾക്കും അവരുടെ കഴിവുകളുടെ കൂടെ തന്നെ ഒരു സ്വാതന്ത്ര്യം കൂടി ഉണ്ടാകുമ്പോഴാണ് അത് അവർ വിചാരിച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുക. എനിക്ക് കൈകൊണ്ട് പിടിക്കാനും എടുക്കാനും കൊടുക്കാനും തടുക്കാനും ഇടിക്കാനൊക്കെ പറ്റും. കൂടെ എന്തുണ്ട്?
അത് ഉപയോഗപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിലായല്ലോ? അതുകൊണ്ട് അതുകൂടെ ഉപയോഗപ്പെടുത്താൻ പറ്റും. എന്നാൽ അങ്ങനെ കഴിവുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളുമായി ബന്ധപ്പെടുക. അപ്പോൾ ജിന്നുകൾ അവർക്ക് ഒരു കഴിവില്ല എന്നെല്ലാം പറഞ്ഞത്, അവർക്കുള്ള കഴിവുകളൊക്കെ നമ്മുടെ നേർക്ക് ഉപയോഗപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടെങ്കിലേ അത് സാധ്യമുള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ആലോചിക്കുക, നമ്മളിൽ ഇടപെടാനും നമ്മളെ ശരിയാക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം ഈ ജിന്നുവർഗത്തിലുണ്ടായിരുന്നുവെങ്കിൽ, ആ ജിന്നുവർഗത്തിലെ പ്രധാനപ്പെട്ട ടീമാണല്ലോ ശൈത്താന്മാരല്ലേ. മനുഷ്യന്മാർ കൂടുതലുണ്ട്, ജിന്നുവർഗത്തിലുണ്ട്. ആ ശൈത്താന്മാർ മുസ്ലിങ്ങളായിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന നല്ല മനുഷ്യന്മാരിൽ ആരെയെങ്കിലും ഇവിടെ ബാക്കി വെക്കുമോ? എല്ലാം റെഡിയാക്കിയിട്ടുണ്ടാവില്ലേ? എല്ലാം തട്ടിക്കളിയില്ലേ? ഒരു കോടതി കോല പിടിക്കാനും പറ്റില്ല, എവിടെയും അവർ പിടിക്കാൻ പറ്റില്ല. കാരണം എന്താ? കാണില്ലല്ലോ. നടക്കുമോ? വേണ്ട, അത്രയൊന്നും വേണ്ട. 5 വക്ത് നമസ്കരിക്കാൻ വേണ്ടി പോകുന്ന മനുഷ്യന്മാർ ആ പോകുന്ന വഴിയിൽ നിന്ന് കാലിന് വള്ളിച്ച് വീഴ്ത്തൂലേ? അങ്ങനെ പോയി നിസ്കരിക്കണ്ട. ആരെങ്കിലും പള്ളിയിലെത്തുമോ? ഹജ്ജിനാരെങ്കിലും അവിടെ എത്തുമോ? ഉംറക്കെത്തുമോ? ഏതെങ്കിലും നല്ല കാര്യങ്ങളിലേക്ക് ആരെങ്കിലും എത്തിപ്പെടുമോ? ഇന്ന് നിങ്ങൾ ഈ സദസ്സിലേക്ക് വരുമോ? കാരണം എന്താ? ശൈത്താൻ നന്നായി തരാം, ഓനക്ക് പള്ളർച്ച് കിട്ടുന്ന പരിപാടിയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ആളുകൾ തിരക്കൂലേ? പറ്റുമോ? അപ്പം അതാ പറഞ്ഞത്, ഇവർക്ക് ഒരു കഴിവില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ സ്വാതന്ത്ര്യം കൂടി കൊടുക്കണം. അത് കൊടുക്കാത്ത കാലത്തോളം ഇവിടെ വിശ്വാസികൾ ആ കാര്യത്തിൽ നിർഭയരാണ്. എന്നിട്ടും നമ്മൾക്കിടയിൽ പ്രചരിപ്പിച്ചു പറഞ്ഞു, എന്താ? ജിന്ന് മനുഷ്യൻ്റെ ശരീരത്തിൽ കയറി കൂടും, ജിന്ന് മനുഷ്യനുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടും, ജിന്നിൻ്റെ മക്കളെ പ്രസവിക്കേണ്ടി വരും, ജിന്നുമ്മമാരും ജിന്നുപ്പമാരും, പിന്നെ അതിനെ അടിച്ചിറക്കുന്നവരും ഇടിച്ചിറക്കുന്നവരും, അതുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങളും തന്ത്രങ്ങളും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. തമാശക്ക് പറയാറുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ മന്ത്രിമാരാരാ? തന്ത്രം മെനയുന്നവർ. തന്ത്രിമാരോ? മന്ത്രിക്കുന്നവർ. മനസ്സിലായല്ലോ? മന്ത്രം ജപിക്കുന്ന ആളുകളാണ് അവിടുത്തെ തന്ത്രിമാർ, എന്നാൽ തന്ത്രം മെനയുന്നവരൊക്കെ മന്ത്രിമാരാ. അതാണ് വിഷയം. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരുപാട് സംഗതികൾ, ഇതിനകത്ത് കുറേ കുതന്ത്രങ്ങൾ ഈ സംഗതികളുമായിട്ട് നടക്കുന്ന, അതിൻ്റെ കൂടെ എന്തൊക്കെയുണ്ട്? ഏലസ് ഉണ്ട്, പിഞ്ഞാണം എഴുത്തുണ്ട്, ഈ പറയപ്പെട്ട ഒരുപാട്. അതിൻ്റെ കൂടെ തന്നെയാണ് ഒരു കോഴിമുട്ട കണ്ട ബേജാറാണ് ടീമുണ്ടായത്. 5 രൂപൻ്റെ കോഴിമുട്ടയിൽ അവസാനിക്കുന്ന ഈമാനുണ്ടല്ലോ. എന്താ കാര്യം? ആ കോഴിമുട്ട ഒരു മുസ്ലിയാരുടെ കൈ കിട്ടിയാൽ, ഒരു ജോത്സ്യൻ്റെ കൈ കിട്ടിയാൽ, ഒരു പൂജാരിയുടെ കയ്യിൽ കിട്ടിയാൽ, അതിൽ വല്ല കള്ളിയും വരച്ച് ചിത്രം വരച്ച് നമ്പറുകൾ എഴുതി എന്നിട്ട് ചില മന്ത്രങ്ങളൊക്കെ ജപിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാൽ അതുകൊണ്ട് പല ഉപദ്രവവും വരുത്താൻ ആൾക്ക് കഴിയും എന്ന വിശ്വാസം. അപ്പോൾ അങ്ങനെ വിശ്വസിക്കപ്പെടുന്നവർ ഒരു ഭാഗത്ത്, അങ്ങനെ ഉണ്ടായാൽ അതിന് പ്രതിവിധി നടത്താൻ വേണ്ടി വന്നിരിക്കുന്നവർ വേറൊരു ഭാഗത്ത്. ഇവക്കിടയിലാണ് മുസ്ലിം സമൂഹം ആ ഒരു 920കളിൽ ജീവിച്ചു വന്നത്. അവർക്ക് ജിന്നുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കുറേ വിശ്വാസങ്ങൾ, സിഹറുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ, കണ്ണേറുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഖുർആനും ഹദീസുമാണെങ്കിലോ ബഹുദൂരം അകലെ. അവിടേക്കാണ് കേരളക്കരയിലെ നവോത്ഥാന നായകന്മാർ രംഗത്ത് വരുന്നത്. അവിടേക്കാണ് കേരളക്കരയിലെ നവോത്ഥാന നായകന്മാർ രംഗത്ത് വരുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? കെ മൗലവിയും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും ഈ മൊയ്ദ് മൗലവിയും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ, നേതാക്കന്മാർ, MCC സഹോദരന്മാരും അലയുമലയും സെയ്തുമലയും പോലെയുള്ള പണ്ഡിതന്മാർ. അവരെന്താ ചെയ്തത്? അവർ ചെയ്തത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിശുദ്ധ ഖുർആനും പ്രവാചക അധ്യാപനങ്ങളുമാണ് മതം എന്ന് പറഞ്ഞു കൊടുത്തു. ഈ 4 മദ്ഹബുകൾക്ക് അപ്പുറത്ത് യഥാർത്ഥ മതം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിലും പ്രവാചക അധ്യാപനങ്ങളുമാണ്. അത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഖുർആനിൻ്റെ ആയത്തുകൾ കൃത്യമായി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു. കുറച്ചൊന്നുമല്ല, അതിനുവേണ്ടി അവർ ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്ന ത്യാഗം, ഒരുപാട് ഉപദ്രവങ്ങളും ആക്രമണങ്ങളും പീഡനങ്ങളും പ്രയാസങ്ങളും നാടുകടത്തലും ബഹിഷ്കരിക്കലും അങ്ങനെ പലതും സഹിച്ചുകൊണ്ട് ഈ വിശുദ്ധ വേദ വെളിച്ചം ഈ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുത്തു ആ നവോത്ഥാന നായകന്മാർ. അതിൻ്റെ കൂടെ സകലമാന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അവർ പടപൊരുതി. അങ്ങനെ വെട്ടിത്തെളിച്ചുണ്ടാക്കിക്കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രസ്ഥാനം ഒരു 10-75 വർഷം വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോയി. വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഈ പറയുന്ന എല്ലാ ജിന്നുകൾക്കും ശൈത്താന്മാർക്കും സിഹിർവാദികൾക്കും കണ്ണേറുവാദികൾക്കും ഖബർ പൂജകർക്കും എല്ലാമെതിരെ, അവരുടെ എല്ലാം എല്ലാ തരത്തിലുള്ള പിഴച്ച വാദഗതികൾക്കുമെതിരെ വിശുദ്ധ ഖുർആന്റെ വെള്ളി വെളിച്ചത്തിൽ
ഈ സമൂഹത്തിന് വെളിച്ചം നൽകി കൊണ്ടുപോകാൻ ശ്രമിച്ചിരിക്കുന്ന മഹാന്മാരായിരിക്കും നേതാക്കന്മാർ. ഇവിടെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തുമുണ്ട്. കാരണം എന്താ, നമുക്കറിയാം, ഇപ്പോഴും ഒരുപക്ഷേ മക്കയിലൊക്കെ തെരഞ്ഞാൽ കിട്ടും. പണ്ട് പരിശുദ്ധ കഅബയിൽ ഒരേ സമയത്ത് 4 ജമാഅത്ത് നടന്നിരുന്ന കാലം ഇപ്പം നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ഒരു ഇമാമിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ജമാഅത്ത് നടക്കുന്നില്ലേ? ഒരു ഇമാമ്, ഒരു നമുക്കത് അത്രയേ ഉള്ളൂ. എന്നാൽ ഒരേ സമയത്ത് 4 ഇമാമിനെ നിർത്തിയിട്ട് 4 ജമാഅത്ത് നടക്കുക. എന്താ കാരണം? ഷാഫിക്ക് ഹനഫിയെ, ഹനഫിക്ക് ഹംബലിയെ, ഹംബലിക്ക് മാലിക്കിനെ, മാലിക്കിന് ഷാഫിയെ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തുടർന്ന് നമസ്കരിക്കാൻ പോലും പറ്റാത്ത വിധം വേർതിരിക്കപ്പെട്ട, വിഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന വിഭാഗമായി മദ്ഹബി പക്ഷപാതങ്ങൾ കൊടികുത്തി വേണ്ട കാലത്ത്, ആ കാലത്താണ് അവിടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലെയുള്ള മുജദ്ദിദുകൾ കടന്നു വന്നത്. അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ നിർവഹിച്ചു. അതിലും പ്രധാനം എന്തായിരുന്നു? വിശുദ്ധ ഖുർആന്റെ വെളിച്ചം കൊടുത്തു, പ്രവാചക ചര്യയുടെ വെളിച്ചം കൊടുത്തു. ആ പരിശുദ്ധ കഅബയിൽ ഒരേ സമയം നടന്ന 4 മദ്ഹബുകളുടെ പേരിലുള്ള ആ 4 ജമാഅത്തിനെ ഒരൊറ്റ ഇമാമിൻ്റെ കീഴിലേക്ക് മാറ്റി. ഇന്ന് ആ സംഭവം ഒരു ചിത്രം മാത്രമാണ് അവിടെ, അല്ലാതെ വസ്തുതാപരമായി റിയലായിട്ട് നിലനിൽക്കുന്നില്ല. അങ്ങനെ മാറ്റി. ഞാൻ സൂചിപ്പിച്ചത് എല്ലായിടത്തും ഇങ്ങനെയുള്ള മാറ്റങ്ങളുണ്ടായി. കേരളക്കരയിലും അതിൻ്റെ വെള്ളി വെളിച്ചമുണ്ടായി. അതിന് പുറത്തുള്ള പല പണ്ഡിതന്മാരുടെയും പല മുജദ്ദിദുകളുടെയും ശ്രമങ്ങളൊക്കെ അതിന് പ്രചോദനമായിട്ടുണ്ട്. പക്ഷേ ഇവിടെ കേരളക്കരയിൽ നമ്മൾ ഈ തുടങ്ങി വച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ സംഘടിതമായി മുന്നോട്ട് പോകുമ്പോൾ അത് ഇവിടെ തന്നെ, ഇവിടുത്തെ സാഹചര്യത്തിൽ പ്രവർത്തിക്കാവുന്ന ഒരു സംഘടനയായിട്ടാണ് രൂപീകരിച്ചത്. അതാണ് ആദ്യം കേരള മുസ്ലിം ഐക്യ സംഘവും, പിന്നീട് കേരള ജംഇയ്യത്തുൽ ഉലമയും, പിന്നീട് അതിൻ്റെ വിവിധ ഘടകങ്ങളായി കേരള നദുത്തുൽ മുജാഹിദീനും ഇത്തിഹാദ് ശുബാൽ മുജാഹിദീനും അടക്കമുള്ള താഴോട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ വന്നത്. ഇതൊക്കെ ഇവിടുത്തെ പശ്ചാത്തലത്തിൽ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന സംവിധാനങ്ങളാണ്. ഇതൊന്നും ലോകത്തെവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും സംഘടനകളുടെയോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പണ്ഡിതന്മാരുടെയോ വാലിൽ കൊണ്ടുപോയി കെട്ടിയതോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായതോ ആയ സംഗതികളല്ല. ഞാൻ സൂചിപ്പിച്ചല്ലോ, എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഇതിന് പ്രചോദനമായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്കിവിടെ എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും? അതുകൊണ്ടാണ് ഈ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പ്രഥമ പ്രവർത്തനങ്ങളിൽ അതിപ്രധാനമായ കാര്യങ്ങളായിരുന്നു എന്ത്? ഈ ഖുർആനും പ്രവാചക ചര്യയും പ്രചരിപ്പിക്കൽ മാത്രമല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അതിൻ്റെ മുന്നിൽ മുന്നണി പോരാളികളായി വിരിമാറ് കാണിച്ചുകൊണ്ട് രംഗത്ത് നിൽക്കുവാനും അവരെ ഉണ്ടായിരുന്നുള്ളൂ. കേരള മുസ്ലിങ്ങളിൽ നിന്ന് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളികളെ പരിശോധിച്ചാൽ ഞാൻ ഈ എണ്ണിപ്പറഞ്ഞിരിക്കുന്ന കുറച്ച് പേരുകളല്ലാതെ ഇന്നത്തെ സമസ്തയുടെയോ അല്ലെങ്കിൽ അവർ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുന്ന ഏതെങ്കിലും പണ്ഡിതന്മാരോ നേതാക്കന്മാരോ അങ്ങനെ ആരുടെയെങ്കിലും ഒരു പേര് പോലും ചൂണ്ടിക്കാണിക്കാനില്ല. ഇസ്ലാമിനെ സമഗ്രമായി അവതരിപ്പിക്കാൻ വന്നവരെന്ന് പറയുന്ന ജമാഅത്ത് സുഹൃത്തുക്കൾക്കും അങ്ങനെ ആരെയും ചൂണ്ടിക്കാണിക്കാനില്ല. എന്താ കാരണം? അവർ നേരത്തെ സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നു. അതുകൊണ്ട് പിന്നെ അവരിൽ തരേണ്ടതില്ല. സമസ്തക്കാരും മറ്റൊരർത്ഥത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരായിരുന്നു. എന്നാൽ ഒരു ഭാഗത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പൊരുതുകയും ദേശീയ പതാക ഉയർത്തിപ്പിടിക്കുകയും അതോടൊപ്പം തങ്ങളുടെ വലതുകൈയിൽ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സമൂഹത്തെ 2 വഴിക്കും ശരിയായ ദിശയിലേക്ക് നയിച്ചത് ഈ നവോത്ഥാന പ്രസ്ഥാനമാണ്. അങ്ങനെയുള്ള ഈ പ്രസ്ഥാനം ഒരു 10-75 വർഷം വലിയ പ്രശ്നങ്ങളില്ലാതെ അതിന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ കുറേ ഇങ്ങനെ കടന്നു വന്നപ്പോൾ ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ജീർണതകൾ വരും. എന്നാ കാരണം? ഒരു തലമുറയുടെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തലമുറയുടെ ആ ഒരു കാലം കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആരാ? പുതിയ ആളുകളാണ്. ആ പുതിയ ആളുകൾക്ക് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് മുമ്പുള്ള ജാഹിലിയത്തിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. ആ ധാരണയില്ലാത്ത ആളുകൾ ഈ പ്രസ്ഥാനത്തെ മുൻഗാമികൾ വെട്ടിത്തെളിച്ചിരിക്കുന്ന വഴിയിലൂടെ നിഷ്പ്രയാസം നടന്നു പോകുന്നവരായി, അഥവാ കാര്യമായ അധ്വാനമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നവരായി അങ്ങനെ വന്നു. അവർ അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പഠിച്ചപ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നില്ല. മുജാഹിദ് പ്രസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചപ്പോഴോ കേവലം അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന ഒറ്റ പദത്തിൽ, ഒറ്റ വാചകത്തിൽ, ഒറ്റ അർത്ഥത്തിൽ അവസാനിപ്പിച്ചിട്ടില്ല. അദൃശ്യമായി, അഭൗതികമായി നമ്മെ സഹായിക്കാൻ, ഉപദ്രവിക്കുവാനും സ്വാതന്ത്ര്യമുള്ള ഒരു ശക്തിയോ ഒരു വ്യക്തിയോ ഈ പ്രപഞ്ചത്തിൽ എവിടെയുമില്ല അല്ലാഹു അല്ലാതെ. അതാണ് പഠിച്ചത്. അതാണ് തൗഹീദിന്റെ അടിത്തറ. അദൃശ്യമായ, അഭൗതികമായി നമ്മളെ സഹായിക്കുവാനോ ഉപദ്രവിക്കുവാനോ സ്വാതന്ത്ര്യമുള്ള ഒരു ശക്തിയോ വ്യക്തിയോ വസ്തുവോ ഈ പ്രപഞ്ചത്തിലില്ല പടച്ച തമ്പുരാനല്ലാതെ. ഇത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ
നമ്മളെ സിഹിർ ബാധിച്ചില്ല, നമ്മളെ കണ്ണേർ ബാധിച്ചില്ല, നമുക്ക് കബറിനകത്ത് കിടക്കുന്ന ഒരു മഹാനെയും ഭയപ്പെടേണ്ടി വന്നില്ല, അവരിൽ പ്രതീക്ഷ അർപ്പിക്കേണ്ടി വന്നില്ല, ഈ മണ്ണിൽ കുടിച്ചോണ്ടിരിക്കുന്ന തകിടുകളെയും ഭയപ്പെടേണ്ടി വന്നില്ല. 1 കോടി മുട്ടയല്ല, 1000 കോടി മുട്ട ഒരുമിച്ച് വന്നാലും ഒരു പ്രശ്നമില്ല. കരിക്കുകൾ നമ്മളെ ബേജാറാക്കിയിട്ടില്ല, മഞ്ഞപ്പൊടി നമ്മളെ ബേജാറാക്കിയിട്ടില്ല. ഇങ്ങനെയുള്ള പലതും ഒരു മന്ത്രവാദിയും ഒരു മന്ത്രവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളെ ബേജാറാക്കിയില്ല, വെപ്രാളപ്പെടുത്തിയില്ല, നമ്മളെ ഭയപ്പെടുത്തിയില്ല. എന്താ കാരണം? മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബിയിലേക്ക് ചേർത്ത് ഖുർആൻ പറഞ്ഞിരിക്കുന്ന പോലെ അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. യഥാർത്ഥ വിശ്വാസികളാരാ? യഥാർത്ഥ മുഅ്മിനുകളാരാ? ആ ഈമാനിലേക്ക് ഷിർക്കിന്റെ ഒരു പൊടി പടലം, ഒരംശം പോലും അതിലേക്ക് കലർത്തിയിട്ടില്ലാത്തവർ, അതിൽ കളങ്കം വരുത്തിയിട്ടില്ലാത്തവർ, അങ്ങനെയുള്ളവർ ആരാ? അവരുടെ പ്രത്യേകത ഉലൈക ലഹുമുൽ അംനു, അവർക്കാണ് നിർഭയത്വം. ബഹുമുഹ്തദൂൻ, അവരാ സന്മാർഗികൾ, അഥവാ പരലോകത്തിലും അവർക്കാണ് നിർഭയത്വം. ആ അവസ്ഥയിൽ ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതുകൊണ്ട് നമുക്ക് കബറാളികൾ പ്രശ്നമായില്ല, മന്ത്രച്ചരടുകൾ പ്രശ്നമായില്ല, ഈ പറയുന്ന ജിന്നും ശൈത്താനും സീറും പരിപാടി ഒന്നും പ്രശ്നമായില്ല. നിർഭയത്തോടു കൂടി മുന്നോട്ട് പോകാൻ നമുക്കൊരു തടസ്സം ഉണ്ടായില്ല. അങ്ങനെ പോകുന്നതിനിടയിലേക്കാണ് ഞാൻ സൂചിപ്പിച്ച പോലെ പുതിയ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കയറി വന്നപ്പോൾ ഉണ്ടായിരിക്കുന്ന കൊച്ചു പ്രശ്നങ്ങൾ, അതിന് ചില ഏജൻസികൾ സഹായിക്കാനുണ്ടായി. പുറത്തുനിന്നൊക്കെ തന്നെ സാമ്പത്തികമായി മറ്റുമൊക്കെ സഹായിച്ചുകൊണ്ട് ഈ സംഗതികൾ വളർത്തിക്കൊണ്ടുവരാൻ. അങ്ങനെയാണ് 1990കളിൽ സലഫ് അല്ലെങ്കിൽ സലഫിയത്ത് എന്നൊക്കെയുള്ള പേരിൽ ചില സംഗതികൾ പുതിയതായി വന്നു. സലഫു സ്വാലികളുടെ മാർഗം തന്നെ എന്താ? അതിൽ പ്രശ്നമൊന്നുമില്ല. സലഫു സ്വാലികളുടെ മാർഗം തന്നാൽ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അടിസ്ഥാന പ്രമാണമായി സ്വീകരിച്ച് കാര്യങ്ങളെ യുക്തിഭദ്രമായി സ്വീകരിക്കുന്ന ആ ഒരു ശൈലിക്കും സമീപനത്തിനുമാണ് യഥാർത്ഥത്തിൽ സലഫു സ്വാലികളുടെ മാർഗം എന്ന് പറയുന്നത്. എന്നാൽ ആ മാർഗമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ കാലത്ത് സലഫികളാണ് ഞങ്ങളെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകളുടെ വാദഗതികളും ആശയങ്ങളും മെല്ലെ ഈ പ്രസ്ഥാനത്തിനകത്തേക്ക് ഇങ്ങനെ കയറ്റിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിന് ഞാൻ പറഞ്ഞ പേരാണ് ഇത് സലഫിയത്ത്, തലതിരിഞ്ഞ സലഫിയത്ത്. ആ സലഫിയത്തിൻ്റെ ഭാഗമായി ഓരോ കാര്യങ്ങളിങ്ങനെ മെല്ലെ നിങ്ങൾക്കറിയോ, 1987 കുറ്റിപ്പുറത്ത് വെച്ച് നടന്നിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ 3ാമത്തെ സംസ്ഥാന സമ്മേളനത്തിൽ നമ്മുടെ കൂട്ടത്തിൽ നന്നായിട്ട് കവിത പാട്ടൊക്കെ എഴുതാൻ കഴിയുന്ന ഒരു പണ്ഡിതൻ കൂടിയാണ് ആര്? EK മന്നൂരി എന്ന് പറയുന്ന മായിമാഷ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന മനോഹരമായിരിക്കുന്ന അർത്ഥസമ്പുഷ്ടമായിരിക്കുന്ന തൗഹീദ് ഗാനങ്ങൾ അരികോട്ടുകാരനായിരിക്കുന്ന അബൂട്ടിയുടെ സംഗീതത്തിലും ശബ്ദത്തിലും നല്ല ഗാനങ്ങളായി പുറത്തിറങ്ങി. സംഗീതം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സംഗീത ഉപകരണങ്ങളുണ്ടാവും. അത് പുറത്തിറങ്ങുമ്പോൾ അന്നത്തെ ആ വേദിയിൽ അന്നത്തെ ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് P. സെയ്ദ് മൗലവി ഉണ്ട്, രണ്ടത്താണി. അതുപോലെയുള്ള തലമുതിർന്ന ജാഹിലിയത്തൊക്കെ അറിയുന്ന പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. ആരും ഒരു ഹറാമിൻ്റെ ഫത്വയും കൊടുത്തിട്ടില്ല. പിന്നെന്താ? ഈ സംഗീത ഉപകരണങ്ങൾ അടക്കമുള്ള സംഗതികളെ നല്ല കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുവാനുള്ള മീഡിയ ആയിട്ടൊരു മാധ്യമമായി സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആവാമെന്ന് വിചാരിക്കുന്നിടത്തായിരുന്നു അവരുണ്ടായിരുന്നത്. 92 സമ്മേളനത്തിൽ വീണ്ടും അങ്ങനെയുള്ള കാസറ്റുകൾ ഇറങ്ങി. 97 ഇറങ്ങി. പക്ഷേ 97 ഇറങ്ങുന്ന മുമ്പ് അതിൻ്റെ കടക്കൽ കത്തിവെക്കാൻ നോക്കി. 97 സമ്മേളനം ഇവിടെയാണല്ലോ, പിലാത്തറയിൽ അല്ലേ? അതിൻ്റെ സംഘാടകരിൽ ഒരാളായി പ്രവർത്തിക്കാൻ ഈ നാട്ടിൽ താമസിച്ചൊരു കാലമായതുകൊണ്ട് എനിക്കും സാധിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങളൊക്കെ മുൻകൈ എടുത്തിട്ട് ഇറക്കിയിരുന്ന ഒരു ഇതുപോലത്തെ തൗഹീദ് ഗാനങ്ങളുടെ ഒരു ഉപഹാരം ഉണ്ടായിരുന്നു. അത് ഇറക്കുമ്പോൾ ഉത്തരവാദപ്പെട്ട ചിലരിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ഉപദേശം എന്താ അറിയോ? എന്താ ഉപദേശം? നിങ്ങൾ പാട്ടൊക്കെ ഇറക്കിക്കോളി, മ്യൂസിക് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അത് ഹറാമു ഹലാലും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്ത് ചെയ്യരുത്? അതിൻ്റെ മുകളിൽ KNM എന്നോ ISM എന്നോ അല്ലെങ്കിൽ സംഘടനയുടെ പേരുകളൊന്നും അതിലെഴുതി വെക്കരുത്. രണ്ടാമത്തെ ഉപദേശം എന്താ അറിയോ? സമ്മേളന നഗരിയിൽ വരുന്ന അറബികളുണ്ടാവും, പണ്ഡിതന്മാരൊക്കെ. അവരിങ്ങനെ കടന്നു പോകുമ്പോൾ സ്റ്റാളുകളിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള പാട്ടുകൾ ഉച്ചത്തിൽ കേൾപ്പിക്കരുത്. ഇതെന്താ സംഭവം? ഞാൻ വിശദീകരിക്കേണ്ടല്ല, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിലൊക്കെ നമ്മളെ ആവശ്യത്തെ കമ്മി നിലപാടുണ്ട്. എന്താ? നമ്മൾ എന്നും ഈ പാട്ടും ബെയ്ത്തും അതുപോലെ മ്യൂസിക്കും കലാപരിപാടികളും നടക്കണമെന്നൊന്നുമല്ല, അതും തോളത്തേറ്റി നടക്കണമെന്നൊന്നുമല്ല. പക്ഷേ
ചില സന്തോഷവേളകളിൽ, ആഘോഷവേളകളിൽ പ്രവാചക തിരുമേനി അനുവദിച്ചിരിക്കുന്ന ഈ കാര്യങ്ങളെ തൗഹീദി പ്രബോധന രംഗത്ത് പോലും ഉപയോഗപ്പെടുത്താവുന്ന നല്ലൊരു മീഡിയയാക്കി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതിന് മതമെതിരല്ലാത്ത കാലത്തോളം മുജാഹിദ് പ്രസ്ഥാനവും എതിരാവില്ല. അത്രയേ ഉള്ളൂ. അതിന് മതം എതിരാവാത്ത കാലത്തോളം മുജാഹിദ് പ്രസ്ഥാനവും എതിരാവില്ല. എന്നാൽ അങ്ങനെ ഓരോ ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് ഈ പിടുത്തം? അത് ഈ സലഫിയത്ത് ഇറക്കിയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. പിന്നെ അങ്ങനെ ഓരോ സംഗതികൾ വന്നു, ഓരോ വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സംഘടനയുടെ പേരുകളിലൊക്കെ, സ്ഥാപനങ്ങളുടെ പേരുകളൊക്കെ പരിശോധിക്കാൻ കഴിയുന്നത്. പേരുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ പല സ്ഥാപനങ്ങളുടെ പേരിലും മുജാഹിദില്ല, സലഫിയില്ല, ഇസ്ലാഹി ഒന്നുമില്ല. ഇവിടെ കണ്ണൂർ ജില്ലയിൽ 2 അറിയപ്പെട്ട അറബി കോളേജുണ്ട്. രണ്ടിനും പേരെന്താ? രണ്ടിലും മുജാഹിദും സലഫിയൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. ഒന്ന് ദാറുൽ ഇർഷാദ് അല്ലേ, ഒന്ന് പേര് അതല്ലേ? ഒന്നിൻ്റെ പേരോ നുസ്രത്തുൽ ഇസ്ലാം. ഇതിലെവിടെ ഇസ്ലാഹി, എവിടെ സലഫി, ഇവിടെ മുജാഹിദ് ഇല്ല. ഇവിടെയുള്ള പല പള്ളികളുടെയും പല മദ്രസകളുടെയും പല സ്ഥാപനങ്ങളുടെയും പേര് നോക്കുമ്പോൾ അതിൽ പറഞ്ഞൊന്നുമില്ല. ഇനി മലപ്പുറം ജില്ലയിലേക്കും കോഴിക്കോട് ജില്ലയിലൊക്കെ വന്ന അതൊക്കെ അവസ്ഥ അങ്ങനെയാണ്. നേരത്തെ ജമിയത്തുലമയുടെ കീഴിലുള്ള 2 അറബി കോളേജുകളുണ്ട്. ഒന്നിൻ്റെ പേര് മദീനത്തുൽ ഉലൂം എന്നാണ്, മറ്റൊന്നിൻ്റെ പേര് അൻവാറുൽ ഇസ്ലാം എന്നാണ്. എവിടെയില്ല ഈ പറഞ്ഞ അങ്ങനെ. എന്നിട്ടും അതൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ചില പേര്, മുജാഹിദ് പേര് അല്ലെങ്കിൽ സലഫി പേരൊക്കെ സ്വീകരിക്കാതിരിക്കാൻ ഉള്ള പ്രചോദനം ഈ സംഘടനയിലെ ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകളാകുന്നു എന്ന് പറഞ്ഞ് ISMനെതിരെ ആദ്യം കയറി. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന നേരത്തെ തന്നെയുള്ള ഈ സ്ഥാപനങ്ങൾ പലതും ഒരു വേള ISM വരെ രൂപീകരിക്കപ്പെടുന്ന മുമ്പുള്ള സ്ഥാപനങ്ങളാണ്. മനസ്സിലായത്? ചെറുതെങ്കിലും. മാത്രമല്ല ഇനി അല്ലാത്താണെങ്കിൽ പോലും ISM അതിന് വലിയ ബന്ധമൊന്നുമില്ല. എന്തിനാ? അപ്പം നമ്മൾ ഒരു യഥാർത്ഥ സലഫിയാകണമെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾ, അല്ലേ, നമ്മുടെ പള്ളികൾ, മദ്രസകൾ, ഇതൊക്കെ അങ്ങനത്തെ പേരിൽ അറിയണം. സംഘടനയും അങ്ങനെ ആയിരിക്കണം. അതിലൊന്നും യാതൊരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. ഒന്നുകിൽ മുജാഹിദ്, അല്ലെങ്കിൽ സലഫി, അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാഹി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. അല്ലാതെ പറ്റില്ല എന്നാ. ഇസ്ലാഹ് അത്ര പറഞ്ഞിട്ടില്ല, സലഫി മുജാഹിദുമാണ് ഏറ്റവും പ്രധാനം. അതുണ്ടെങ്കിലാവും. അങ്ങനെ തുടങ്ങി. അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന ആളുകൾ അതിനു വേണ്ടിയുള്ള ഫണ്ടുകളൊക്കെ അവിടെ സ്വരൂപിച്ചു. എന്നിട്ട് അനുബന്ധമായി ഈ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും എതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു തുടങ്ങി. ആരോപണങ്ങളിൽ പലതും ആദർശ വ്യതിയാനമായിട്ടാണ് വന്നത്. പക്ഷേ ആരോപണങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ വ്യതിയാനം എന്നുള്ളത് പിന്നീട് ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനിതൊക്കെ വിശദമായി കടന്നു പോകാൻ എനിക്ക് സമയമല്ല, അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ 2002 ഇതൊരു വിഷയമായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കുവാൻ ഉത്തരവാദപ്പെട്ട ആളുകൾ ശ്രമിച്ചപ്പോൾ ഇവരുടെ കള്ളത്തരങ്ങൾക്ക് വെളിവാകും പുറത്തു വരുന്ന കണ്ടപ്പോൾ സ്വാഭാവികമായി ഈ പ്രസ്ഥാനത്തിൻ്റെ പകുതിയോളം വരുന്ന ആളുകളെ മാറ്റി നിർത്തി പുറത്താക്കി, അവരെ നിഷ്പ്രഭരാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിനെ മൊത്തത്തിൽ പിടിച്ചടക്കാൻ ശ്രമം നടത്തി. ആ പിടിച്ചടക്കാൻ വേണ്ടി കോടതികൾ തോറും കയറിയിറങ്ങി. അവിടെ കൊടുത്തിരിക്കുന്ന കേസുകളിൽ 90% കേസുകളും കള്ളക്കേസുകൾ. അതിനുവേണ്ടി കള്ളസാക്ഷികളെ ഹാജരാക്കി. കള്ളത്തരങ്ങൾ ഒരുപാട് പറഞ്ഞു, ഒരുപാട് പ്രചരിപ്പിച്ചു. അങ്ങനെയാണ് പലതും കൈയടക്കിയത്. അല്ലാതെ സത്യസന്ധമായിരിക്കുന്ന മാർഗത്തിലൊന്നുമല്ല. ഒരു വീട്ടിൽ 5-6 മക്കളുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് ജീവിക്കുന്നതിനിടയിൽ കാരണവന്മാരെന്ത് ചെയ്തു? താഴെയുള്ള 2-3 ആൾക്കാരെ പിടിച്ച് പുറത്താക്കി, അല്ലെങ്കിൽ ഒരാളെ പിടിച്ച് പുറത്താക്കിയിട്ടോ ആ പുറത്താക്കുമ്പോഴും അയാൾക്ക് അവകാശപ്പെട്ടതൊന്നും അയാൾക്ക് കൊടുത്തിട്ടില്ല. എന്നാൽ അയാൾ എങ്ങനെയെങ്കിലുമൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയ വല്ലതുണ്ടോ അതും കൂടി തങ്ങളുടേതാക്കി മാറ്റാൻ വേണ്ടിയുള്ള കുതന്ത്രങ്ങൾ കാണിക്കുന്നുവെങ്കിൽ അതിനെങ്ങനെ ന്യായീകരിക്കുക? അതേ സംഗതി. 2002 വരെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവകാശപ്പെട്ടതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ അന്നുവരെയുള്ള സമ്പത്തും സ്ഥാപനങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളും. അതിൽ 70-80% ഒരു ടീം കൈയടക്കി വെക്കുകയും ബാക്കിയുള്ളത് കൂടി കൈയടക്കാൻ വേണ്ടി കള്ളക്കേസുകളുമായി ഊരിറ്റുകയും ചെയ്തു. അതിനുവേണ്ടി ദഅവത്തിന് വേണ്ടിയുള്ള ഫണ്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപകൾ ചെലവഴിച്ചു. അങ്ങനെ ഒരു ഭാഗത്ത് ഇതിൻ്റെ കൂടെ തന്നെ ഇതൊരു നല്ല അവസരമാണ്. ആ അവസരം ഉപയോഗപ്പെടുത്തിയിട്ട് മറ്റേ സലഫിയത്ത് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെ പ്രത്യക്ഷപ്പെട്ടത്? 2006-2007 കാലഘട്ടങ്ങളിൽ മലബാറിലെ പല ജില്ലകളിലും നടന്നിരിക്കുന്ന ഒരു പ്രത്യേക പ്രോഗ്രാം ഉണ്ടായിരുന്നു. എന്താ പ്രോഗ്രാം? കുറച്ച് മുസ്ലിയാക്കന്മാർ ആണോ എന്ന് എനിക്കറിയില്ല, ഉറപ്പൊന്നുമില്ല, തലപ്പാവൊക്കെ ധരിച്ചിട്ട് വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് കുറച്ച് ആൾക്കാരുണ്ട് ഇറങ്ങി. എന്നിട്ട്
ആ പ്രോഗ്രാമിൻ്റെ പേരെന്താ? എന്തുകൊണ്ട് ഞങ്ങൾ മുജാഹിദായി. ഇവർ മുജാഹിദായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വേറെ കാര്യമാണ്. എന്തുകൊണ്ട് ഞങ്ങൾ മുജാഹിദായി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് മുസ്ലിയാക്കന്മാർ അങ്ങനെയുള്ള പേരുള്ള കുറച്ച് ആൾക്കാർ ഇറങ്ങി. നമ്മളത് കണ്ടപ്പോഴേ പറഞ്ഞു അവിടെ എന്ത് കൊണ്ട് എന്നല്ല പറയേണ്ടത്, എന്ത് കണ്ടാ വന്നതെന്നാണ് പറയേണ്ടത്. എന്തോ കണ്ടു വന്നതന്നെയാണ്. പക്ഷേ അപ്പോൾ നമുക്ക് മനസ്സിലായില്ല അതിൻ്റെ അപകടം എത്ര എന്നുള്ളത്. അവർ വന്ന് ഇവിടെ നിലയുറപ്പിച്ചു. വേദികളിൽ, പേജുകളിൽ, സ്റ്റേജുകളിൽ അവർ കയറി. അതോടുകൂടി അത് രംഗത്ത് വരുന്നു. പഴയ 1920കളിൽ കേട്ടുപരിചയമുള്ള 10-25 കൊല്ലം കൊണ്ട് പടിയടച്ച് പിണ്ടം വച്ചിരിക്കുന്ന സകലമാന അന്ധവിശ്വാസങ്ങളും ഒന്നിനു പിറകെ ഒന്നായി അത് കയറി വരുന്നു. മനസ്സിലായല്ലോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വേദികളിൽ നിന്ന് ജിന്നുകളെക്കുറിച്ച് വിശുദ്ധ ഖുർആനും പ്രവാചക അധ്യാപനങ്ങളും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്നാണ് കേട്ടത് ജിന്ന് മനുഷ്യ ശരീരത്തെ കയറി കൂടും, ജിന്ന് സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും, ജിന്നുകളുടെ മക്കളെ സ്ത്രീകൾ പ്രസവിക്കേണ്ടി വരും, മനുഷ്യർ പ്രസവിക്കേണ്ടി വരും. അതിനൊക്കെ ഖുർആനിൽ തെളിവുണ്ടെന്നാ. അങ്ങനെയാണ്. മാത്രമല്ല നമ്മൾ തന്നെ അവരെ കരുതി നടക്കണം. ചുടുവെള്ളം പുറത്തേക്ക് ഒഴിക്കുമ്പോൾ അപ്പുറത്ത് ജിന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ശരീരത്തെ തട്ടിയാൽ പ്രതികരിക്കും. എങ്ങനെ പ്രതികരിക്കാമെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായോ? എന്തും മേശൻ്റെ വലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കുമ്പോൾ വരെ ശ്രദ്ധിക്കണം. അതിൻ്റെ അകത്ത് ജിന്നുണ്ടാവും, കുടുങ്ങിപ്പോയാൽ അത് പ്രതികരിക്കും എന്ന് തുടങ്ങിയിട്ട് എന്തെല്ലാം മനുഷ്യന് പറയാൻ പറ്റാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത്. അതിൻ്റെ കൂടെയാണ് ഈ ജിന്ന് ബാധയും കൂടെ സിഹിർ ബാധയും കണ്ണേർ ബാധയും ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ കയറ്റി കൊണ്ടുവന്നു. 2006 മുതൽ 2012 വരെയുള്ള ആ ഒരു കാലം കൊണ്ട് അങ്ങനെ തന്നെ വാദിക്കാവുന്ന ഒരു ടീമിനെ അവർ വളർത്തിയെടുത്തു. ആ ടീം 2013 അവർ പിന്നെ സ്വതന്ത്രമായി, അതുമാത്രമായി. എന്നാൽ ഈ ടീം ഇങ്ങനെ വിളയാടിയിരിക്കുന്നൊരു ഏരിയ ആണല്ലോ നേരത്തെ ഉള്ളത്. അതുകൊണ്ട് അവരിലും ആ അന്ധവിശ്വാസങ്ങൾ വല്ലാതെ വിട്ടുപോകാതെ അങ്ങനെ നിന്നു. നമുക്കിടയിൽ CD ടവർ വിഭാഗവും പിന്നീട് വന്നിരിക്കുന്ന വിശുദ്ധ വിഭാഗവുമൊക്കെ ആ തലത്തിൽ ഏതാണ്ട് ഒരേ ആശയത്തിൻ്റെ 2 തലങ്ങളായി. മനസ്സിലായല്ലോ? നമ്മൾ ആ ഒരു നാണയത്തിൻ്റെ 2 പുറങ്ങളായി അങ്ങനെ പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അതിലാണ് ഈ പറഞ്ഞ സകലമാന അന്ധവിശ്വാസങ്ങൾ എത്തിയത്. ഇപ്പോൾ വന്ന് എവിടെ എത്തി? ജിന്നുകൾക്കും മലക്കുകൾക്കുമൊക്കെ അള്ളാഹു നൽകിയിരിക്കുന്ന വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ സഹായിക്കുമെന്ന് കരുതി തേടിയാൽ അത് ശിർക്കല്ല എന്ന് പറയുന്നിടത്തേക്ക് എത്തി. ഇതുവരെ നമ്മൾ പറയുമ്പോൾ അതിന് വാചികമായ രേഖകൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ലിഖിതമായിരിക്കുന്ന രേഖ വന്നു. വിഷ്ണു വിഭാഗത്തിൻ്റെ ചെയർമാൻ PN അബ്ദുൽ ലത്തീഫ് മദനി, അതിൽ ഒരു തമാശ കൂടി ഉണ്ട്. ഈ എല്ലാ സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും എല്ലാം മുജാഹിദ് സലഫി എന്ന പേര് നിർബന്ധമാണ്, അതില്ലാത്തൊക്കെ വ്യതിയാനമാണ് എന്ന് പ്രസംഗിക്കുന്ന പരിപാടിയുണ്ടല്ലോ. ആ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്താരാ? ഈ PN അബ്ദുൽ ലത്തീഫ് മദനി. 1999 മെയ് മാസം 13-ാം തീയതി ജാമിയ സലഫിയിൽ വെച്ച് നടന്നിരിക്കുന്ന വ്യതിയാന യോഗത്തിൽ വെച്ച് അദ്ദേഹം പ്രസംഗിച്ചാണത്. എല്ലാത്തിനും സലഫി പേര് വേണം, മുജാഹിദ് പേര് വേണം, അത് വേണ്ടതില്ല എന്ന് പറയുന്നത് വ്യതിയാനമാണെന്ന്. അങ്ങനെ വന്നിരിക്കുന്ന അദ്ദേഹം ചെയർമാനായിരിക്കുന്ന സംഘടനയുടെ പേരെന്താ? സലഫീന? ജമിയത്തു സലഫി എന്നാണോ പേര്? അല്ല, പിന്നെന്താ പേര്? ജമിയത്തുൽ മുജാഹിദീനാണോ? അല്ല. ഇസ്ലാഹുണ്ടോ? ഇല്ല. എന്താ പേര്? വിസ്ഡം. പേരിൽ പോലും എന്തില്ല? ഈ പറഞ്ഞ ഒരു സലഫും ഇല്ല, ഒരു മുജാഹിദും ഇല്ല, ഒരു ഇസ്ലാഹും ഇല്ല. അത് അറബിയിലേക്ക് പോലും മാറ്റിയിട്ടുണ്ട്. എന്നാൽ അറബിയിൽ പേരോ? ജമിയത്തുൽ ഹിക്മ അൽ ഇസ്ലാമിയ. ജമിയത്തുൽ ഹിക്മ അൽ ഇസ്ലാമിയ, അല്ലാതെ ഈ പറയുന്നത് ഒന്നുമില്ല. ഇനി അവരുടെ പ്രസിദ്ധീകരണമുണ്ട്. അതിൻ്റെ പേരെന്താ? അത് വല്ല മുജാഹിദോ സലഫി എന്തുവിലാണോ? അല്ല, നേർപദം. നേരിനെ വളക്കുന്ന പരിപാടിയാണെങ്കിലും പേരങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണ്. മനുഷ്യൻ ബുദ്ധി ഉപയോഗിക്കരുത്, ബുദ്ധി ഉപയോഗിക്കൽ അഖലാനിയത്താണ്, യുക്തിവാദമാണ് എന്ന് വാദിച്ചുകൊണ്ട് സമർത്ഥിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന ആളുകൾ സ്വന്തം നൽകിയിരിക്കുന്ന പേരാണെന്ത്? വിസ്ഡം. എന്നാൽ പച്ചക്ക അഖലാനിയാണെന്നാണ് പറഞ്ഞത്. ഏതുപോലെ പഴയ കാലത്ത് ഈ ഖദർ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ചർച്ചകളുണ്ടായപ്പോൾ ഖദറിനെ നിഷേധിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ആ ഖദറിനെ നിഷേധിക്കുന്ന ആളുകളുടെ പേരെന്താ? ഖദരിയാക്കൾ എന്നാണ്. ഖദറിനെ നിഷേധിക്കുന്നവർ ഖദരിയാക്കൾ എന്ന പോലെ ബുദ്ധിയെ തമസ്കരിക്കുന്നവർ, തിരസ്കരിക്കുന്നവർ വിസ്ഡം. ഇനി അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമുണ്ട്.
വിദ്യാഭ്യാസ സ്ഥാപനം. അതിൻ്റെ പേരെന്താ? ഇവിടെ ദാറുൽ ഇർഷാദാണ്, നുസ്രത്തുൽ ഇസ്ലാമാണ്, അപ്പുറത്ത് മദീനത്തുൽ ഉലൂമാണ്, അതുപോലെ വലതുമാണ്. അതൊക്കെ വ്യതിയാനം എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ സ്വന്തം ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ? ജാമിയ അൽ ഹിന്ദ്. സലഫുണ്ടോ? മുജാഹിദുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഈ പറയപ്പെട്ട പരിപാടികളുടെയൊക്കെ ചെയർമാനാണ് നമ്മുടെ PN അബ്ദുൽ ലത്തീഫ് മദനി. അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ ലെറ്റർ പേഡിൽ ഈ അടുത്ത് ഏതോ അറബി ഏജൻസികൾക്ക് അയച്ചിരിക്കുന്നൊരു കത്തുണ്ട്. അതിൽ ജിന്ന് വിഷയവുമായി ബന്ധപ്പെട്ടവരുടെ നിലപാടാണ് പറഞ്ഞത്. ആ നിലപാടിൽ 2-3 ഐറ്റംസാണ്. അതിൽ രണ്ടാമത്തെ ഐറ്റം മാത്രമേ ഞാൻ വായിക്കാം. അമ്മൻ നൗസാനി ഫഹുവ അൽ ഇസ്തിഗാസ ബിൽ ജിന്നിൽ ഹയ്യിൽ ഹാദിർ അൽ ഖാദിർ ഫീമാ യഖ്ദിറു അലൈഹി അൽ മഖ്ലൂഖ് ഫഹാദാ ഹറാമുൻ വലാ യജൂസു ലിഅന്നഹു വസീലത്തുൻ മിൻ വസായിലി ശിർക്ക്. എന്താ പറഞ്ഞത്? ജിന്നുകൾക്ക്, ഏത് ജിന്ന്? നമ്മുടെ മുമ്പിൽ ഹാദിറായ ജിന്ന്, ഹയ്യായ ജിന്ന്, ജീവിച്ചിരിക്കുന്ന നമ്മുടെ മുമ്പിൽ സന്നിഹിതരായിരിക്കുന്ന ഒരുപാട് കഴിവുകളുള്ള ജിന്ന്, സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടിരിക്കുന്ന വല്ല കാര്യങ്ങളും അങ്ങനെയുള്ള ജിന്നുകളോട് സഹായമായി തേടുകയാണെങ്കിൽ അതെന്തല്ല? ഷിർക്കല്ല. പരമാവധി എന്താ ഉള്ളൂ? ഹറാമേ ആവുള്ളൂ. അപ്പം നമുക്ക് തോന്നുക എന്നാലും ഹറാമെന്ന് പറഞ്ഞല്ലോ, ചെയ്യാൻ പാടില്ല എന്നല്ല പറഞ്ഞല്ലേ. അതിൻ്റെ അവസ്ഥ എന്താ? ഹറാമായ കാര്യങ്ങളുടെ പ്രത്യേകം എന്താ അറിയോ? ഹറാമായ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മൾ അഥവാ പശ്ചാത്തപിക്കാൻ വിട്ടുപോയാലും നമ്മുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു പക്ഷേ പടച്ച റബ്ബ് വെറുതെ പുറത്തു തരും. പക്ഷെ ശിർക്കായ കാര്യമാണെങ്കിലോ പശ്ചാത്തപിക്കാതെ ഒരിക്കലും പൊറുക്കില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഒരിക്കലും പൊറുക്കില്ല. മനസ്സിലായല്ലോ? പശ്ചാത്തപിക്കാതെ ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ശിർക്ക്. ആ ശിർക്കല്ല ഈ ചെയ്യുന്ന എന്താ? മരിച്ചുപോയ മഹാത്മാക്കൾക്ക് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് ഞങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ, എന്നിട്ട് അവരോട് തേടിയാൽ അത് ശിർക്കല്ല എന്ന് പറയുന്ന യാഥാസ്ഥികതയുടെ മറുവശം. ജിന്നുകൾക്കും മലക്കുകൾക്കുമൊക്കെ, അല്ലെങ്കിൽ ജിന്നുകൾക്ക് ജീവിച്ചിരിക്കുന്ന ഹാദിറായ ഖാദിറായിരിക്കുന്ന ജിന്നുകൾക്ക് പടപ്പുകളുടെ കഴിവ് എന്നൊക്കെ ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവരെ സഹായിക്കുമെന്ന് കരുതി അവരോട് തേടിയാൽ അത് ശിർക്കല്ല, അത് പരമാവധി ഹറാമേ ആവുള്ളൂ. എവിടേക്കാ പോക്ക്? ഇത് എങ്ങനെയാണ് ഈ മാറ്റം വന്നത്? ഞാനതാ സൂചിപ്പിച്ചത്. പഴയ യാഥാസ്ഥികതയിലേക്കുള്ള തിരിച്ചുപോക്ക്, അതിനാണ് നമ്മൾ നവയാഥാസ്ഥികത എന്ന് പറഞ്ഞത്. ഇങ്ങനെ എല്ലാത്തരം അന്ധവിശ്വാസങ്ങളും ഒരിക്കലും ഇപ്പോൾ സിഹിർ ഫലിക്കില്ല, സിഹിറിന് ഒരു പ്രതിഫലവും ഇല്ല എന്നൊക്കെ പറയാൻ പഠിപ്പിക്കാൻ വിശുദ്ധ ഖുർആനിലെ ഒന്നിലധികം ആയത്തുകൾ നമുക്കറിയാം, ഹദീസുകൾ നമുക്കറിയാം. എന്നാൽ അതൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ സിഹിർ ബാധിച്ചിരിക്കുന്നു എന്നുകൂടി വിശ്വസിച്ചെങ്കിലേ നമ്മുടെ ഈമാൻ പൂർണ്ണമാകൂ എന്നിടത്തേക്ക് എത്തിയിരിക്കുന്ന സമൂഹം ഏത് ചളിക്കൂട്ടിലാണ് കിടക്കുന്നത്? എവിടെയാണ് നിൽക്കുന്നത്? ആലോചിക്കുക. അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യമുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥ എന്താ അറിയോ? പഴയ സമസ്തക്കാരും പുതിയ സീരി ടവർ വിഭാഗവും അതുപോലെ അതിൽ നിന്ന് പൊട്ടിമുളച്ച് ഉണ്ടായിരിക്കുന്ന ഈ വിസ്ഡം ടീമും, ഇവർ എല്ലാവരും യോജിക്കുന്ന, എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമുണ്ട് പ്രധാനമായും. ആ പ്ലാറ്റ്ഫോം ഏതാ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, പ്രമാണങ്ങളുള്ള സമീപനം. എന്താ? ഈ 3 ടീമിനോടും, സമസ്തക്കാരോടോ സീരി ടവർ വിഭാഗത്തോടോ വിസ്ഡം വിഭാഗത്തോടോ, വിശുദ്ധ ഖുർആനിൽ നിന്ന്, പ്രവാചക ചര്യയിൽ നിന്ന് ഒരു പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് ഒരു വിഷയം സംസാരിച്ചാൽ ഉടനെ അവർ ചോദിക്കും, നിങ്ങളെ ഓതി വച്ചിരിക്കുന്ന ആയത്ത്, നിങ്ങളെ ചൊല്ലി വച്ചിരിക്കുന്ന ഹദീസ്, ഇത് ഇന്ന പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളുമായി യോജിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ സമസ്തക്കാരായ ഞങ്ങൾ, സീഡിക്കാരായ ഞങ്ങൾ, വിസ്ഡംകാരായ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇല്ലെങ്കിലോ സ്വീകാര്യമല്ല. പക്ഷേ 1920കളിലെ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞു പഠിപ്പിച്ചത്? ഈ ലോകത്ത് കഴിഞ്ഞു പോയവരും ജീവിച്ചിരിക്കുന്നതുമായിരിക്കുന്ന ഏത് മഹാപണ്ഡിതന്മാരും, വലിയ വലിയ പണ്ഡിത സഭകൾ വരെ ഒരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാൽ, ഒരു ഫത്വ ഇറക്കിയാൽ, ആ അഭിപ്രായം, ആ ഫത്വ വിശുദ്ധ ഖുർആനുമായോ പ്രവാചക ചര്യയുമായോ പൊരുത്തപ്പെടുമെങ്കിൽ, യോജിക്കുമെങ്കിൽ മാത്രമേ സ്വീകരിക്കേണ്ട ബാധ്യത മുസ്ലിം സമൂഹത്തിനുള്ളൂ. ഇത് പറയാൻ യാഥാസ്ഥികതയുടെയോ നവയാഥാസ്ഥികതയുടെയോ ഒരു തരിമ്പും
കറന്നിട്ടില്ലാത്ത, ഷിർക്കിന്റെ അംശം പോലും കറന്നിട്ടില്ലാത്ത മർക്കസ് ദഅവ വിഭാഗമല്ലാതെ ഒരു ടീമും ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ നിലനിൽക്കുന്നില്ല എന്നതാണ് ഇവിടെ കാലം തേടുന്ന ഇസ്ലാഹ് എന്ന ക്യാപ്ഷനിൽ ഈ പ്രോഗ്രാം നടത്തുവാൻ ഈ പ്രസ്ഥാനത്തിലുള്ള യോഗ്യതയും അർഹതയും അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ആലോചിക്കുക, ഈ 3 വിഭാഗവും ഒരേ ശ്രേണിയിലാണ്, പ്രത്യേകിച്ച് പ്രമാണങ്ങളുടെ വിഷയത്തിൽ. പിന്നെ ആദർശങ്ങളുടെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഒക്കെ കാര്യങ്ങളിൽ പല വിഷയങ്ങളിലും അവർ യോജിച്ചും ചിലതിൽ വിയോജിച്ചും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ വിഷയം പറയാൻ ഒരൊറ്റ ടീം മാത്രമേ ഉള്ളൂ. വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ ഖുൽ ഹാദിഹി സബീലി അദഉ ഇലല്ലാഹ് അലാ ബസീറ അന വമൻ ഇത്തബഅനി. പറയണം പ്രവാചകരെ, നമ്മൾ നിലകൊള്ളുന്ന ഈ മാർഗം അത് വെട്ടിത്തുറന്ന് പറയണം. ഒളിച്ചു വെക്കേണ്ടതല്ല, മറച്ചു പിടിക്കേണ്ടതല്ല. ഇവിടെ നമുക്ക് അഭിമാന ബോധത്തോടെ നിൽക്കാൻ പറ്റണം. അതാണ് പറഞ്ഞത്, ഞാൻ ഈ മാർഗത്തിലാണ്. ഏത് മാർഗം? വിശുദ്ധ ഖുർആനെയും പ്രവാചക അധ്യാപനങ്ങളെയും പ്രമാണമായി സ്വീകരിച്ച, യുക്തിഭദ്രമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെ ഏഴയലത്തെ അടുപ്പിക്കാത്ത ആ ആദർശധാര, അത് ആ ധാരയാണ് നമ്മളുള്ളത് എന്ന് പറയാൻ ഖുൽ ഹാദിഹി സബീലി. എന്താണ് കാരണം? അദഉ ഇലല്ലാഹി അലാ ബസീറ, അല്ലാഹുവിലേക്ക് വെറുതെ ക്ഷണിക്കല്ല, നല്ല ആഴത്തിലുള്ള അവബോധത്തിന്റെ അടിസ്ഥാനത്തിൽ, ആഴത്തിലും പരപ്പിലും കാര്യങ്ങൾ മനസ്സിലാക്കുക ചെയ്യുന്നത് പറയുന്നത്. മനസ്സിലായല്ലോ? അവിടെയൊക്കെ വിളിക്കുന്നത്. അത് പ്രവാചകരോട് പറയുമ്പോൾ ഒന്നുകൂടി പറഞ്ഞു, അന വമൻ ഇത്തബഅനി, ഞാൻ മാത്രമല്ല എന്നെ പിന്തുടരുന്നവരും അങ്ങനെയാണ് ആവേണ്ടത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്നവരാണ് എങ്കിൽ അല്ലാഹുവിലേക്ക് ക്ഷണിക്കേണ്ടത് ബുദ്ധിയും ചിന്തയും ആലോചനാശേഷിയും തന്നെ ഉപയോഗപ്പെടുത്തി, പ്രമാണങ്ങൾ ഉപയോഗപ്പെടുത്തി, എന്നിട്ട് മനസ്സിലാക്കുന്ന ആദർശത്തിലേക്കാണ് അതേ ക്ഷണിക്കേണ്ടത്. അതിനാണ് ആഴമുണ്ടാവുക, അതിനാണ് പരപ്പുണ്ടാവുക, അതിനാണ് കടമും കാതലും ഉണ്ടാവുക. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരമപരിശുദ്ധനാണ്. അവസാനത്തെ വാക്ക് വമാ അന മിനൽ മുശ്രിക്കീൻ, ഞങ്ങൾ ശിർക്കൻ വിശ്വാസമുള്ളവരോ ശിർക്ക് ചെയ്യുന്നവരോ ആയ ആരുടെയും കൂട്ടത്തിലല്ല. ഞങ്ങളിൽ ശിർക്കില്ല, ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നവരല്ല, ഞങ്ങൾ ശിർക്കിൽ വിശ്വസിക്കുന്നവരല്ല. എന്നാൽ അതുമാത്രമല്ല, ഞങ്ങളുടെ കൂടെ അങ്ങനെ ആരുമില്ല, ഞങ്ങൾ അങ്ങനെ ആരുടെയും കൂടെയല്ല. അതാണ് വമാ അന മിനൽ മുശ്രിക്കീൻ എന്നത്. അതും ഇവിടെ ആർക്കാ പറയാൻ പറ്റുക? ആർക്കൊക്കെ പറയാൻ പറ്റും? സമസ്തക്കാർക്ക് പറയാൻ പറ്റുമോ? സി ഡി ഭാഗത്തിന് പറയാൻ പറ്റുമോ? വിഷ്ണുക്കാർക്ക് പറയാൻ പറ്റുമോ? ഞങ്ങളിൽ ആരിലും ശിർക്കില്ലെന്നും ശിർക്കൻ വിശ്വാസങ്ങളൊന്നും വെച്ച് പുറത്തില്ല എന്നും അങ്ങനെയുള്ള ഒരാളും ഞങ്ങളുടെ കൂടെ ഇല്ല എന്നും അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു ടീമുണ്ടെങ്കിൽ അതും മർക്കസ് ദഅവ വിഭാഗം. അതുമാത്രം ഒറ്റ പദം ചേർത്ത് പറഞ്ഞാൽ പൂർത്തിയാവും. എന്താ? നമ്മിൽ നിന്ന് ഇടക്കാലത്ത് എന്തോ കാരണത്താൽ മാറിപ്പോയി നമ്മുടെ സി ഡി സഹോദരങ്ങളുടെ കൂടെ ചേർന്നിരിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കൾ നമ്മൾ ഈ വിഷയമൊക്കെ പറയുമ്പോൾ എന്ത് പറയും? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് അങ്ങനത്തെ വിശ്വാസത്തിലൊന്നും യാതൊരു മാറ്റമില്ല, ആദർശത്തിലൊന്നും യാതൊരു മാറ്റമില്ല, ഞങ്ങൾക്കും നിങ്ങളുടെ ആദർശം തന്നെയാണ്. അഥവാ ഞങ്ങൾക്ക് സീർ ഫലിക്കൂല, ഞങ്ങൾക്ക് കണ്ണേറ് ബാധിക്കൂല, ഞങ്ങൾക്ക് അങ്ങനത്തെ വിശ്വാസങ്ങളൊന്നുമില്ല എന്ന് പറയും. കൂടെ ഒരു ചോദ്യം കൂടി ചോദിച്ചാലോ, നിങ്ങളെ കൂടെയുള്ള അവസ്ഥ എന്താ? അല്ലെ നിങ്ങൾ ചെന്ന് കയറിയിരിക്കുന്ന വീടിൻ്റെ അവസ്ഥ എന്താ? ആ പ്ലാറ്റ്ഫോമിൻ്റെ അവസ്ഥ എന്താ? അല്ല, അവിടെ ഉള്ളവർ പിന്നെ സീറിൽ വിശ്വസിക്കുന്നുണ്ട്, കണ്ണേറിൽ വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെയുള്ള പല അന്ധവിശ്വാസങ്ങൾ അവർക്കിടയിലുണ്ട്, അഥവാ ശിർക്കൻ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിൽക്കുന്ന പ്ലാറ്റ്ഫോം വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന് പറയാൻ പറ്റുമോ? 5 നേരത്തെ നമസ്കാര വേളകളിൽ പ്രാരംഭ പ്രതിജ്ഞയായി വമാ അന മിനൽ മുശ്രിക്കീൻ, എൻ്റെ കൂടെ ശിർക്ക് ചെയ്യുന്നവരോ ശിർക്കൻ വിശ്വാസമുള്ളവരോ ഇല്ല, ശിർക്ക് ചെയ്യുന്നവരോ ശിർക്കൻ വിശ്വാസമുള്ളവരോ ആയ ആരുടെയും കൂടെയല്ല ഞാൻ. പിന്നെ എനിക്ക് ശിർക്കില്ല, എന്നിൽ ശിർക്കില്ല, ശിർക്കൻ വിശ്വാസമില്ല, എൻ്റെ കൂടെ ആ വിശ്വാസമുള്ള ഒരാളുമില്ല, ഞാൻ ആ വിശ്വാസമുള്ള ഒരാളുടെയും കൂടെയല്ല എന്ന് പറയാൻ പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന ടീം കൂടെ വഅന മിനൽ മുസ്ലിമീൻ, അതെ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളായി ജീവിക്കുന്നവർ എന്ന് പറയാനും അർഹതയുള്ളത് ഈ ടീമിനാണ് എന്ന ആ അഭിമാന ബോധം തന്നെയാണ് ഇവിടെ പിടിച്ചു നിൽക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. വേറെ നമ്മളെ കയ്യിലൊന്നുമില്ല. ഇവിടെ വന്നാൽ ഒരുപാട് പണം കിട്ടുന്ന ആരും കരുതണ്ട, സൗകര്യങ്ങൾ ഉണ്ടാവുമെന്ന് കരുതണ്ട. ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? പോക്കതുകൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെയാ ഇപ്പോൾ കേരളം കണ്ട മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വൈവിധ്യപൂർണ്ണമായ, ഏറ്റവും വലിയ ജനബാഹുല്യം കൊണ്ടും പിന്നെ പ്രോഗ്രാമുകളുടെ വൈവിധ്യങ്ങൾ കൊണ്ടുമൊക്കെ ഏറെ ശ്രദ്ധേയമായിരിക്കുന്ന കരിപ്പൂർ നടന്നിരിക്കുന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനം. ആ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ട് ഏതാ? ഈ പ്രസ്ഥാനത്തിൻ്റെ സാധാരണക്കാരായ
സാധാരണക്കാരായിരിക്കുന്ന സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും ഒരു ദിവസത്തെ 10 രൂപ, അങ്ങനെ ഒരു കൊല്ലത്തോളം അവർ അങ്ങനെ ശേഖരിച്ച് സംഭരിച്ച് നൽകിയിരിക്കുന്ന അൽ ജാരിയ എന്ന പദ്ധതിയിലൂടെ ഇങ്ങനെ കിഴിയിലിട്ട് വെച്ച് നൽകിയിരിക്കുന്ന ആ പണമുണ്ടല്ലോ, അതാണ് ആ സമ്മേളനത്തിൻ്റെ ബർക്കത്ത്, അതാണ് അതിൻ്റെ മഹത്വം, അതാണ് പടച്ച റബ്ബിൻ്റെ അപാരമായ സഹായം അതിന് കിട്ടിയതും ഒരു പക്ഷേ ആ കാരണത്താലാണ്. അങ്ങനെയാ അറബികളായിരിക്കുന്ന ഒരു കുട്ടിയുടെയും ഒരു നയാ പൈസ ഇല്ലാതെ എല്ലാം നമ്മുടെ പ്രവർത്തകരുടെ, നമ്മുടെ സഹകരിക്കുന്ന നമ്മുടെ അഭ്യുതകാംക്ഷികളുടെ, അത് ചെറുതും വലുതുമായ കേവലം 10 രൂപ മുതൽ അങ്ങനെ അങ്ങോട്ട് മേലോട്ട് ലക്ഷങ്ങൾ വരെ നൽകി നമ്മോട് സഹകരിച്ചിരിക്കുന്ന ആളുകളുടെ ആ കോൺട്രിബ്യൂഷൻ കൊണ്ട് ആ സമ്മേളനം കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മുഴുവൻ പ്രവർത്തകന്മാർക്കും ആത്മനിർവൃതി കൊള്ളാൻ പറ്റും. എന്താ കാരണം? ഇതിലെവിടെയോ എൻ്റെയും ഒരു വിയർപ്പിൻ്റെ തുള്ളി കണികയുണ്ട്, എൻ്റെയും ഒരു 10 രൂപയെങ്കിലും ഉണ്ട് എന്ന് ഏതൊരു മർക്കസ്തവ പ്രവർത്തകനും ആത്മാഭിമാനം കൊള്ളാവുന്ന, ആത്മനിർവൃതി കൊള്ളാവുന്ന വിധത്തിലാണ് ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഞാൻ സൂചിപ്പിച്ചത് അതാ. അപ്പോൾ നമ്മൾ പൈസ അങ്ങോട്ട് ചിലവാക്കുന്നല്ലാതെ ഇങ്ങോട്ട് കിട്ടാൻ വഴിയൊന്നും ഇതിലില്ല. ഇനിയും അതങ്ങനെയൊക്കെ തന്നെയാണ് ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോവുക. പക്ഷേ ഒന്നുണ്ട്, എന്തൊക്കെ കാലഹരണപ്പെട്ടു പോവാത്ത, എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയാലും നഷ്ടപ്പെട്ടു പോവാത്ത, എന്തൊക്കെ കടർപ്പുകളും അതുപോലെ അവിവേകങ്ങളും കടന്നു വന്നാലും അങ്ങനെയൊന്നും കടന്നു വരാത്ത ഒരു ആദർശത്തിൻ്റെ അടിത്തറയിൽ പ്രമാണബദ്ധമായി യുക്തിഭദ്രമായി ഈ സമൂഹത്തെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ പഠനങ്ങളും അന്വേഷണങ്ങളും പ്രതീക്ഷകളും പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും. ആ നിലക്ക് മുന്നോട്ട് പോകാൻ നാം ശ്രമിക്കുക. പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കും, അവൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.